കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമം ഈ സന്ധ്യാസമയത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒത്തിരി സന്തോഷത്തോടെ നിങ്ങളുടെ മധ്യേ ആയിരിക്കുന്നു. കാരണം എന്റെ മൂത്ത ജ്യേഷ്ഠന്റെ പ്ലാറ്റ്ഫോമിൽ ഇങ്ങനെ വരുമെന്ന് സ്വർഗം നിശ്ചയിച്ചതിനായി ദൈവത്തെ സ്തുതിക്കുന്നു. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. ഇത് യഹോവ ഉണ്ടാക്കിയ ദിവസം, ഇന്ന് നാം സന്തോഷിച്ച് ആനന്ദിക്കുക. പ്രൈസ് ലോർഡ്. നിങ്ങൾ ഉപവാസ പ്രാർത്ഥനയായി 2-ാം ദിവസത്തിലേക്ക് അടിയനെ ക്ഷണിച്ചതിനായി IGM സൗത്ത് ഡബ്ലിൻ ചർച്ചിനോട് പ്രത്യേകാൽ, എല്ലാ ദൈവമക്കളോടും പ്രത്യേകാൽ, എൻ്റെ മൂത്ത ജ്യേഷ്ഠൻ പാസ്റ്റർ ബോബൻ ഫ്രെഡി ജോർജിനോടുള്ള പ്രത്യേക നന്ദി അറിയിക്കുന്നു. പ്രൈസ് ലോർഡ്. എനിക്കറിയാവുന്ന ചില കുടുംബങ്ങൾ ഇന്നത്തെ മീറ്റിംഗിൽ കടന്നു വന്നിട്ടുണ്ട്. ഞങ്ങളുടെ ചർച്ചിലുള്ള ബ്രദർ ഡിന്നു, അതുപോലെ തന്നെ ഞങ്ങൾക്ക് വേണ്ടപ്പെട്ട ഒരു ആന്റി ഞങ്ങളുടെ മധ്യമുണ്ട്, ആനി സിസ്റ്ററിനായ ദൈവത്തെ സ്തുതിക്കുന്നു. മറ്റെല്ലാ ദൈവമക്കൾക്കുമായി കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. പ്രൈസ് ലോർഡ്. മുഖവരയില്ലാതെ പെട്ടെന്ന് നമുക്ക് കർത്താവിന്റെ വചനത്തിലേക്ക് കടക്കാം. അതിന് മുമ്പായി എന്നെ ഒന്ന് പരിചയപ്പെടുത്തട്ടെ. എൻ്റെ പേര് സാം ജോർജ്. എൻ്റെ ബ്രദർ പറഞ്ഞതുപോലെ ഞങ്ങൾ 3 ആൺമക്കളാണ്. പ്രൈസ് ലോർഡ്. അതിൽ ഞാൻ 2ാമത്തെ ആളാണ്. പ്രൈസ് ലോർഡ്. ഇന്ന് രാത്രികാലം ഇതെല്ലാം കർത്താവിന്റെ നിർണയത്തിലുള്ള പരിപാടികളാണ് ഇന്ന് പ്രകാരമായിരിക്കുന്നത്. പ്രൈസ് ലോർഡ്. ഞങ്ങള് ലണ്ടനില്, നോർത്ത് ഈസ്റ്റ് ലണ്ടനില് സന്ദർലാൻഡ് എന്ന് പറയുന്ന ഒരു പട്ടണത്തിൽ ആയിരിക്കുന്നു. പ്രൈസ് ലോർഡ്. ഞങ്ങൾക്ക് ഇവിടെ ഒരു വർഷമായി ഞങ്ങളൊരു പുതിയൊരു പ്രവർത്തനം ആരംഭിച്ചു. ബെഥേൽ പ്രേ ഫെലോഷിപ്പ് എന്ന ചർച്ച് ഓഫ് ഗോഡിന്റെ ബന്ധത്തിൽ ഞങ്ങൾ ഇപ്പോൾ ആയിരിക്കുന്നു. പ്രൈസ് ലോർഡ്. ഞങ്ങൾ കുറച്ച് കുടുംബങ്ങൾ ഞങ്ങളോടൊപ്പം ദൈവത്തെ ആരാധിക്കുന്നു. പ്രൈസ് ലോർഡ്. എല്ലാത്തിനും ദൈവത്തിന് മഹത്വം. പ്രൈസ് ലോർഡ്. എൻ്റെ വൈഫ് ബെൻസി ഇന്നത്തെ മീറ്റിംഗിൽ ഉണ്ട്. അതുപോലെ തന്നെ ഞങ്ങൾക്ക് 2 കുഞ്ഞുങ്ങളെ കർത്താവ് ദാനമായി തന്നു, സാറ ആൻഡ് ജോഷുവ. പ്രൈസ് ലോർഡ്. ഇത്രയുമാണ് ഞങ്ങളെ കുറിച്ച് പറയാനുള്ളത്. ഞങ്ങളെക്കുറിച്ച് പുറകാലം ഞാൻ ദൈവാത്മാവ് ഇടപെടുന്നതനുസരിച്ച് ഞാൻ പറഞ്ഞുകൊള്ളാം. പ്രൈസ് ലോർഡ്. ദൈവസന്നിധിയിൽ നിങ്ങൾ കഴിയുന്നെങ്കിൽ നമ്മൾ ഒരുമിച്ച് ആണ് ദൈവസന്നിധിയിൽ ആയിരിക്കും. നിങ്ങൾക്ക് വീഡിയോ ഓൺ ചെയ്യാൻ കഴിയുമെങ്കിൽ ഓൺ ചെയ്യുക. പ്രൈസ് ലോർഡ്. ഞാൻ എപ്പോഴും പറയുന്നുണ്ട്, വി ആർ വൺ ഫാമിലി ഇൻ ക്രൈസ്റ്റ്. ക്രിസ്തുവിൽ ഒരു കുടുംബമാണ്. പ്രൈസ് ലോർഡ്. അപ്പൊ നമ്മൾ ഒരുമിച്ചാണ് ഇന്ന് രാത്രികാലം ദൈവത്തിന്റെ വചനം നമ്മൾ ഒരുമിച്ച് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. പ്രൈസ് ലോർഡ്. നിങ്ങൾ പ്രാർത്ഥനയോടെ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ വീഡിയോ ഓൺ ചെയ്യാം. പ്രൈസ് ലോർഡ്. നമ്മൾ പെട്ടെന്ന് ദൈവത്തിലേക്ക് ക്ഷണിക്കുന്നതിന് മുമ്പ് ഒരു പാട്ടിന്റെ ഇരടികൾ പാടുവാൻ ആഗ്രഹിക്കും. നിങ്ങൾ ആത്മാവിൽ നിങ്ങളും പാടി ദൈവത്തെ മഹത്വപ്പെടുത്തുക. പ്രൈസ് ലോർഡ്. നിന്നീതനെന്നു ഞാൻ കരുതിയ നാൾ, അന്നാളിലവനോടു ചൊല്ലി. നിന്നീതനെന്നു ഞാൻ കരുതിയ നാൾ, അന്നാളിലവനോടു ചൊല്ലി. ക്ഷീണിച്ചു പോകേണ്ട, നിന്നെ മാനിക്കുന്നോൻ നിന്നോടു കൂടെയുണ്ട്. ക്ഷീണിച്ചു പോകേണ്ട, നിന്നെ മാനിക്കുന്നോൻ നിന്നോടു കൂടെയുണ്ട്. അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? ക്ഷീണിച്ചു പോകേണ്ട, നിന്നെ മാനിക്കുന്നോൻ നിന്നോടു കൂടെയുണ്ട്. കർത്താവിൽ സന്തോഷം, അവനൻ ബലം. പാരിതിൽ പാർക്കും നാൾ, അവനൻ ബലം. ചേർന്ന് പാടാമോ? കർത്താവിൽ സന്തോഷം, അവനൻ ബലം. പാരിതിൽ പാർക്കും നാൾ, അവനൻ ബലം. ഓ, അവനെന്റെ സങ്കേതം, വിശ്രമം നാൾ തോറും അവനെന്റെ സർവഭൂമേ. അവനെന്റെ സങ്കേതം, വിശ്രമം നാൾ തോറും അവനെന്റെ സർവഭൂമേ. അസാധ്യമെന്നു ഞാൻ കരുതിയ നാൾ, പാടാമോ? അന്നാളിലവനൻ ഓടു ചൊല്ലി. അസാധ്യമെന്നു ഞാൻ കരുതിയ നാൾ, വിളിച്ചേ,
അപ്പാ നാളിലവനൻ ഓടു ചൊല്ലി മനുഷ്യരാല സാധ്യം സാധ്യമാക്കുന്നവൻ നിന്നോടു കൂടെയുണ്ട്. മനുഷ്യരാല സാധ്യം സാധ്യമാക്കുന്നവൻ നിന്നോടു കൂടെയുണ്ട്. മനുഷ്യരാല വിളിച്ച അപ്പാന്ന് സാധ്യമാക്കും നമ്മുടെ നടുവിലുണ്ട്, നിന്നോടു കൂടെയുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം പ്രൈസ് ദി ലോർഡ് നമുക്കൊന്ന് പറയുവാൻ കഴിയണം. ഹല്ലേലൂയ. ഈ മീറ്റിംഗിന് മുമ്പായി പ്രിയ മക്കളെ, ഞാൻ നിങ്ങളോട് പറയുന്ന ഒരു കാര്യമേ ഉള്ളൂ. മനുഷ്യരാൽ അസാധ്യമാക്കുന്നവൻ ഇന്ന് നമ്മുടെ നടുവിൽ കടന്നു വന്നിട്ടുണ്ട്. നിങ്ങളുടെ റൂമിന്റെ അകത്തളങ്ങളിൽ ആയിരിക്കുന്ന ജീവിതങ്ങളെ എനിക്ക് നിങ്ങളെ അറിയത്തില്ല, പക്ഷെ അറിയുന്നവൻ ഇന്ന് മധ്യേ, നമ്മുടെ ഈ രണ്ടാമത്തെ ഉപവാസത്തിന്റെ മധ്യേ, നമ്മളായിരിക്കുന്ന മീറ്റിംഗിന്റെ മധ്യേ, ദ കിങ് ഓഫ് കിങ് ആൻഡ് ദ ലോർഡ് ഓഫ് ലോർഡ് ഇൻ അവർ മിഡ്സ്റ്റ്, അത് അനുഭവിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആ കാര്യസ്ഥനെ രുചിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. പരിശുദ്ധാത്മാവിനെ ഇന്ന് രാത്രികാലം ഞങ്ങളോട് സംസാരിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം ഹല്ലേലൂയ നിങ്ങൾക്ക് വേണ്ട ദൂത്. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിന്മേൽ പരിവർത്തിച്ചതുപോലെ ഇന്ന് രാത്രികാലം ഇതിന്റെ മധ്യയെ പരിവർത്തിക്കുന്നുണ്ട്. ആ അനുഭവിക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രിയ എന്റെ ബ്രദർ, പ്രൈസ് ദി ലോർഡ്, അവിടെ മീറ്റിംഗ് തുടങ്ങിയപ്പോൾ പലപ്പോഴും എന്നോട് അവിടുത്തെ പ്രാർത്ഥനാ വിഷയങ്ങൾ അറിയിക്കാറുണ്ട്. പ്രത്യേകിച്ച് നിങ്ങളുടെ കഴിഞ്ഞ കൺവെൻഷനെ ഓർത്ത് ഞങ്ങൾ സഭയായി പ്രാർത്ഥിച്ചു. അത് വലിയ വിടുതലായി തീർന്നു എന്ന്, നിങ്ങൾക്കെല്ലാം അനുഗ്രഹമായി തീർന്നു എന്ന് എന്റെ സഹോദരൻ വിളിച്ചറിയിച്ചു. പ്രൈസ് ദി ലോർഡ്. പ്രത്യേകാൽ ഹല്ലേലൂയ വിടുതലിന്റെ ഹല്ലേലൂയ 2-3 കുഞ്ഞുങ്ങൾ പ്രൈസ് ദി ലോർഡ് അല്ലെ സ്ഥാനപ്പെടുവാനായി ഹല്ലേലൂയ ഏൽപ്പിച്ചു കൊടുക്കുന്ന അറിയുവാനിടയായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എത്ര സന്തോഷമാണ്. ഹല്ലേലൂയ. ഹെവൻ ഈസ് റിജോയ്സിംഗ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയ കുഞ്ഞുങ്ങൾക്കായി ദൈവത്തിന് നന്ദി പറയുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രിയ ഞങ്ങൾ എഴുതി വെച്ച് പ്രാർത്ഥിക്കുന്നുണ്ട് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി. പ്രൈസ് ദി ലോർഡ്. പ്രിയ ജോഷുവ, നോയൽ, എലൈന, പ്രിയ കുഞ്ഞുങ്ങൾക്കായി ദൈവത്തിന് നന്ദി പറയുന്നു. കർത്താവ് അവരെ ദൈവരാജ്യത്തിന് വേണ്ടി ശക്തമായി കർത്താവ് വേണ്ടി നിൽക്കുവാൻ പ്രിയ കുഞ്ഞുങ്ങളെ പിന്നെയും കർത്താവ് സഹായിക്കട്ടെ. മീറ്റിംഗിലായിരിക്കുന്ന എല്ലാവർക്കും കർത്താവ് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്നത്തെ വചന ചിന്തയ്ക്കായി ഒരു വേദഭാഗം വായിക്കാൻ നമുക്ക് ഒരുമിച്ച് ചിന്തിക്കാമല്ലോ. പ്രൈസ് ദി ലോർഡ്. അതിനായി ദാനിയേലിന്റെ പുസ്തകം അതിന്റെ 3-ാം അധ്യായം അതിന്റെ 27-ാമത്തെ വാക്യം. ബുക്ക് ഓഫ് ദാനിയേൽ ചാപ്റ്റർ 3 വേഴ്സ് 27. ആർക്ക് ഒരാൾക്ക് ഓൺ ചെയ്ത് ശബ്ദം ഉയർത്തി വായിക്കാൻ കഴിയുമോ? പ്രൈസ് ദി ലോർഡ്. ദാനിയേലിന്റെ പുസ്തകം 3-ാം അധ്യായം 27-ാം വാക്യം. പ്രൈസ് ദി ലോർഡ്. പ്രധാന ദേശാധിപതിമാരും സ്ഥാനാപതിമാരും ദേശാധിപതിമാരും രാജമന്ത്രിമാരും വന്നുകൂടി ആ പുരുഷന്മാരുടെ ദേഹത്തിന് തീ പിടിക്കാതെയും അവരുടെ തലമുടി കരിയാതെയും കാൽച്ചട്ടയ്ക്ക് കേടുപറ്റാതെയും അവർക്ക് തീയുടെ മണം പോലും തട്ടാതെയും ഇരുന്നത് കണ്ടു. പ്രൈസ് ദി ലോർഡ്. താങ്ക് യു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരു വാക്കിൽ പ്രാർത്ഥിക്കും. ദൈവം കർത്താവേ, ഇന്ന് രാത്രികാലം ലഭിച്ച കർത്താവേ, ഹല്ലേലൂയ, അങ്ങയുടെ വചനത്തിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ. ഇന്ന് രാത്രികാല ഈ വചനത്തിലൂടെ കർത്താവെ ആത്മാവിന്റെ മർമ്മങ്ങളെ കർത്താവെ പ്രിയ ദൈവജനത്തോട് കർത്താവെ ഇന്ന് രാത്രികാലം കർത്താവെ ഹല്ലേലൂയ അടിയനെ പ്രസംഗിപ്പാൻ കർത്താവെ അവിടെ നിന്റെ മക്കൾക്ക് അത് ഇന്ന് രാത്രികാലം വിടുതലായി തീരുവാൻ കർത്താവെ ദൈവത്തിന്റെ ആത്മാവ് ഹല്ലേലൂയ ഇന്ന് രാത്രികാലം എല്ലാ കുടുംബങ്ങളോടും കർത്താവെ അവിടുന്ന് സംസാരിക്കണമേ. ഈ വചനം കർത്താവ് അവിടുന്ന് ക്രിയ ചെയ്യണമേ എന്ന് ദൈവനാമത്തിൽ അടിയൻ അപേക്ഷിക്കുന്നു. പ്രാർത്ഥന യാതിനെ കേട്ടനായി സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. നമ്മൾ വായിച്ച വചനം ഹല്ലേലൂയ എല്ലാവർക്കും അതിന്റെ പശ്ചാത്തലം അറിയാവുന്നതാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്താണ് അവിടെ എഴുതിയിരിക്കുന്നത്? ഹല്ലേലൂയ. പ്രധാന ദേശാധിപതിമാരും സ്ഥാനാപതിമാരും ദേശാധിപതിമാരും രാജമന്ത്രിമാരും വന്നുകൂടി ആ പുരുഷന്മാരുടെ ദേഹത്തിന് തീ പിടിക്കാതെയും അവരെ തലമുടി കരിയാതെയും കാൽ ചട്ടയ്ക്ക് കേടുപറ്റാതെയും അവർക്ക് തീയുടെ മണം പോലും തട്ടാതെയും ഇരുന്നത് കണ്ടു. പ്രിയ ദൈവമക്കളെ, ഇന്ന് രാത്രികാലം ഹല്ലേലൂയ ഈ വചനത്തിൽ നിന്നുകൊണ്ട് ചില ചിന്തകൾ ഹല്ലേലൂയ ഞാൻ പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എല്ലാവർക്കും അറിയാവുന്ന ഒരു പശ്ചാത്തലമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇതെന്താണ് ഇവിടെ ഇങ്ങനെ സംഭവിക്കാൻ കാരണമെന്ന് എല്ലാവർക്കും അറിയാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്താണ്? 3 ബാലന്മാര് ദൈവത്തിന് വേണ്ടി നിന്നതുകൊണ്ട് അവർക്ക് ലഭിച്ച ഗിഫ്റ്റാണ്.
പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മൾ ദൈവസന്നിധിയിൽ നിൽക്കുമ്പോൾ നമ്മൾ വിചാരിക്കും പട്ടുമത്തയാണെന്ന്. പ്രൈസ് ദി ലോർഡ്. പ്രിയ ദൈവമക്കളെ, ഞാൻ ആദ്യമായി പറയാം, നമ്മൾ ദൈവസന്നിധിയിൽ ദൈവത്തിന്റെ വചനത്തിന് വേണ്ടി നിൽക്കുമ്പോൾ ഹല്ലേലൂയ പലവിധമായ പ്രതിസന്ധികൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരും. ഭക്തന്മാരെ നോക്കിക്കഴിഞ്ഞാൽ ഹല്ലേലൂയ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും നമ്മൾ എടുത്തു കഴിഞ്ഞാൽ പ്രിയ ഭക്തന്മാരെല്ലാം ദൈവത്തിന് നിന്നപ്പോൾ അവരെല്ലാം പലവിധമായ പരിശോധനകളിൽ കൂടെ, ശോധനകളിൽ കൂടെ, കഷ്ടതയിൽ കൂടെ ഹല്ലേലൂയ അവർ കടന്നു പോകേണ്ടതിനായിട്ട് വന്നു. ഇന്ന് രാത്രികാലം എന്നെ കേൾക്കുന്ന ദൈവമക്കളോട് എനിക്ക് പറയുവാൻ ദൈവവചനത്തിൽ നിന്നുള്ളത് ഹല്ലേലൂയ നമ്മൾ ഏത് പ്രതിസന്ധിയിൽ കൂടെ കടന്നുപോയാലും ഹല്ലേലൂയ ഇന്ന് രാത്രികാലം കേൾപ്പിച്ച വചനം എന്താ വിളിച്ചു പറയുന്ന അറിയാമോ? ഹല്ലേലൂയ. അതിന്റെ പശ്ചാത്തലം നിങ്ങൾക്കെല്ലാം അറിയാം. ഹല്ലേലൂയ. ഇന്നത്തെ പ്രസംഗ വിഷയം ഹല്ലേലൂയ ദൈവാത്മാവ് എന്നോട് തന്നത് തീയുടെ ശക്തിയെ കെടുത്തുന്ന, ഹല്ലേലൂയ ചേർന്ന് പറഞ്ഞാട്ടെ, തീയുടെ ശക്തിയെ കെടുത്തിയ ദൈവത്തിന്റെ ശക്തി. നിങ്ങൾ ഇരിക്കുന്ന റൂമിന്റെ അകത്തളങ്ങളിൽ ഇരുന്നു കൊണ്ട് ഇങ്ങനെ വിളിച്ചു പറയുമ്പോൾ ഹല്ലേലൂയ എന്തു സംഭവിക്കാം? ഹല്ലേലൂയ എന്താണ് നിങ്ങൾ കടന്നു പോകുന്ന പ്രതിസന്ധിക്കകത്ത് ഹല്ലേലൂയ ഒരു ശക്തി വെളിപ്പെടും. പ്രൈസ് ദി ലോർഡ്. എനിക്ക് ഉയർത്താൻ ഒരു നാമമേ ഉള്ളൂ, അത് ഹല്ലേലൂയ യേശുവിന്റെ നാമമാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഹല്ലേലൂയ ഹല്ലേലൂയ വചനം എന്ന് പറയുന്നത് നമ്മൾ ഓരോ പ്രാവശ്യം തുറക്കുമ്പോൾ അത് നമ്മളോട് സംസാരിച്ചു കൊണ്ടിരിക്കും. ഹല്ലേലൂയ ദൈവത്തിന്റെ ഹല്ലേലൂയ ശ്വാസമാണ് ദൈവത്തിന്റെ വചനം എന്ന് പറയുന്നത്. ഇന്ന് രാത്രികാലം ഹല്ലേലൂയ ദൈവം നമ്മളോട് സംസാരിക്കും. എങ്ങനെ സംസാരിക്കും? ഹല്ലേലൂയ ഹല്ലേലൂയ പല ഡെഫിനിഷനുകൾ ഹല്ലേലൂയ ദൈവവചനത്തിലുണ്ട്. ഹല്ലേലൂയ ഒരു ഡെഫിനിഷൻ എനിക്ക് ഇഷ്ടമാണ്. എന്താണെന്ന് അറിയാമോ? ദാഹിക്കുന്നവരോട്. ഇന്ന് രാത്രികാലം ഹല്ലേലൂയ ഉപവാസ പ്രാർത്ഥനയായി പ്രിയ കുടുംബങ്ങൾ ഹല്ലേലൂയ ഹല്ലേലൂയ ദൈവസന്നിധിയിൽ കടന്നു വന്നപ്പോൾ ദൈവം സ്വർഗ്ഗത്തിലെ ദൈവം ആഗ്രഹിക്കുന്ന കാര്യമുണ്ട്. ദാഹത്തോടെയാണോ കടന്നു വന്നത്? ഹല്ലേലൂയ. യേശു കർത്താവ് ഇപ്രകാരം പഴയ നിയമത്തിൽ പുതിയ നിയമത്തിൽ പ്രകാരം ഒരു വാക്യമുണ്ട്. എന്താണ്? ഉത്സവ ദിവസത്തിൽ യേശു കർത്താവ് നിന്നുകൊണ്ട് ഒരു വാക്ക് വിളിച്ചു പറഞ്ഞു, ദാഹിക്കുന്നവരെല്ലാം എന്റെ അടുക്കൽ വരട്ടെ. ഇന്ന് രാത്രികാലം ദാഹത്തോടെ കടന്നു വന്ന പ്രിയ ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ദാഹമുള്ളവരുടെ അടുത്ത് ദൈവം ഇറങ്ങി വരും. ഹല്ലേലൂയ. കാര്യസ്ഥൻ ഹല്ലേലൂയ സംസാരിച്ചു തുടങ്ങും. ഹല്ലേലൂയ. ദാഹമുള്ളപ്പോൾ എന്താണ്? ഹല്ലേലൂയ മാൻ നീർത്തോടുകളിലേക്കാൾ ചെല്ലുവാൻ കാംക്ഷിക്കുന്നത് പോലെ ഹല്ലേലൂയ ആത്മാവിനോട് ചേരുവാൻ കാംക്ഷിക്കുന്നു. ഇന്ന് രാത്രികാലം ഹല്ലേലൂയ ഇവിടെ വായിച്ച വചനത്തിൽ നിന്ന് എന്താണ് വിളിച്ചു പറയുന്നത്? ഹല്ലേലൂയ ഇപ്രകാരമാണ്. അതിന്റെ ഇംഗ്ലീഷ് ഡെഫിനിഷൻ ആണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ഹല്ലേലൂയ അതിൽ ഇപ്രകാരമാണ് പറയുന്നത്. ഹല്ലേലൂയ എന്താണ്? They gathered around and saw in regard to these men that the fire had no effect on the bodies of these men, nor was hair of their heads singed, nor were their trousers damaged, nor bad the smell of fire even come upon them. Praise the Lord. അവിടെ ഒരു പ്രകാരം ഒരു വാക്ക് എഴുതിയിട്ടുണ്ട്. The fire have no effect. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം ഹല്ലേലൂയ നമ്മളെ ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മൾ ദൈവത്തിന് വേണ്ടി നിൽക്കുമ്പോൾ, ദൈവത്തിന്റെ വചനത്തിന് വേണ്ടി നിൽക്കുമ്പോൾ, ഇന്ന് രാത്രികാലം ഇവിടുത്തെ പശ്ചാത്തലം എന്താണ്? 3 ബാലന്മാർ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവിടെ വലിയ സംഭവങ്ങളൊക്കെ നടക്കുക, അവിടെ വലിയ തിരശ്ശീലയിൽ വലിയ സംഭവങ്ങൾ നടക്കുകയാണ് ആ ദേശത്ത്. എന്താണ് ആ ദേശത്ത് നടക്കുന്നത്? ഹല്ലേലൂയ ആ നെബൂഖദ്നേസർ രാജാവും കൂട്ടരും ദേശാധിപതിമാരും ഹല്ലേലൂയ സ്ഥാനാപതിമാരും എല്ലാവരോട് ചേർന്ന് ഒരു ബിംബത്തെ അവിടെ ഉണ്ടാക്കി. ഹല്ലേലൂയ. എന്നിട്ട് അവരോട് പറഞ്ഞു ഈ ബിംബത്തെ നമസ്കരിക്കണമെന്ന്. ഹല്ലേലൂയ ഈ ബാലന്മാരോടും വന്ന് പറയുകയാണ്. അതിന്റെ 16-ാമത്തെ വാക്യം നമുക്ക് ചേർന്ന് വായിക്കാം. ശദ്രക്കും മേശക്കും അബേദ്നെഗോവും രാജാവിനോട്, നെബൂഖദ്നേസരേ ഈ കാര്യത്തിൽ ഉത്തരം പറയുവാൻ ആവശ്യമില്ല. I don't want to say anything. ഹല്ലേലൂയ. നമ്മൾ പറയത്തില്ലേ ഹല്ലേലൂയ ഇതിലെ ഞാൻ ആൻസർ പറയേണ്ട ആവശ്യമില്ലെന്ന്. ആരോടാണ് പറയുന്നത്? ഹല്ലേലൂയ അവിടുത്തെ ആ രാജ്യത്തെ രാജാവിനോട് കൂളായിട്ട് പറയുകയാണ്. പ്രിയരെ, ഇതിൽ എന്താണ് പറയുന്നത്? നമുക്കൊരു വിഷയം കടന്നു വരുമ്പോൾ, നമുക്കൊരു പ്രതിസന്ധി കടന്നു വരുമ്പോൾ ഹല്ലേലൂയ നമ്മൾ ഹല്ലേലൂയ ഈ ബാലന്മാര് വളരെ കൂളായിട്ട് പറയുകയാണ്, ഇതിൽ ഞങ്ങൾ ആൻസർ പറയേണ്ട ആവശ്യമില്ല. കാരണം ആൻസർ പറയുന്നവൻ ഉയരത്തിൽ എനിക്ക് വേണ്ടിയുണ്ട് എന്നവർക്കറിയാം. ഇന്ന് രാത്രികാലം പ്രിയ ദൈവമക്കളെ, ദൈവത്തിന്റെ ആത്മാവ് ശക്തമായി പറയുകയാണ്. ഹല്ലേലൂയ 2-ാമത്തെ ദിവസം ഹല്ലേലൂയ കടന്നു വന്ന ദൈവമക്കളോട് ഹല്ലേലൂയ ചില വിഷയങ്ങളിൽ മേല് ഹല്ലേലൂയ നമ്മൾ ആൻസർ പറയേണ്ട ആവശ്യമില്ല.
പ്രൈസ് ദി ലോർഡ്. ആത്മാവിൽ മനസ്സിലായവർക്ക് ഞാൻ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇപ്രകാരം ഒരു വാക്യമുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പുറപ്പാട് പുസ്തകം എടുക്കണ്ട 14 അധ്യായം 14 വാക്യം എന്താണ്? യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും, നിങ്ങൾ മിണ്ടാതിരിപ്പിൻ. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ബ്ലഡ് എന്താണ്? നമ്മുടെ ബ്ലഡ് എന്താണ്? ടോക്ടി ബ്ലഡാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇങ്ങനെ ഒരു ജോക്ക് പറയാറുണ്ട്. ഹല്ലേലൂയ, ഒരു വ്യക്തി ഒന്ന് പറഞ്ഞാൽ ഞാൻ 10 പറയും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ പഴയ മനുഷ്യനെ ഉരിഞ്ഞു കളഞ്ഞ് പുതിയ മനുഷ്യനായി തീർന്നതാണ് സ്നാനം എന്ന് പറയുന്നത്, അല്ലേ? പ്രൈസ് ദി ലോർഡ്. ചില വിഷയങ്ങളിന്മേല്, ചില പ്രതിസന്ധികളിന്മേല് നമ്മുടെയിലായിരിക്കും റൈറ്റ്. when we are in the work field, ഹല്ലേലൂയ, നമ്മൾ ജോലി സംബന്ധമായി ഹല്ലേലൂയ, നമ്മുടെ സബോർഡിനേറ്റ്സ്, നമ്മുടെ മാനേജേഴ്സ് ചിലപ്പോൾ നമുക്കെതിരായി ഹല്ലേലൂയ നമ്മൾ ചെയ്യാത്ത തെറ്റിനെ കുറിച്ച് നമ്മളോട് പറയുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ പറയുവാൻ കഴിയും. ഞാൻ എക്സാമ്പിൾ പറയുകയാണ്. നമ്മുടെ തെറ്റിലായിരിക്കും. എന്നാൽ പ്രിയ ദൈവമക്കളെ, നമ്മുടെ യേശു അപ്പച്ച പഠിപ്പിച്ച എന്താണെന്നറിയാമോ? അവസാനത്തോളം പ്രിയ ദൈവമക്കൾ റൂമിന്റെ അകത്തലങ്ങളിൽ നിന്ന് സ്തോത്രം ചെയ്തോട്ടോ. ഹല്ലേലൂയ, ആമേന്, സ്തോത്രവും പറയുമ്പോൾ അതിന്മേല് ഒരു വില വയ്ക്കുന്ന ഒരു സ്വർഗത്തിന്റെ ദൈവത്തിന്റെ സന്നിധി നമ്മളായിരിക്കുന്നത്. ഇന്ന് രാത്രികാലം അവസാനത്തോളം അവൻ മിണ്ടാതിരുന്നു. ആർക്ക് വേണ്ടിയാ? ഇന്ന് രാത്രികാലം സൂം പ്ലാറ്റ്ഫോമിലായിരിക്കുന്ന എനിക്കും നിങ്ങൾക്ക് വേണ്ടിയാ ആ കർത്താവ് മിണ്ടാതിരുന്നത്. ഇന്ന് രാത്രികാലം പ്രിയ ദൈവമക്കളെ, ദൈവത്തിന്റെ ആത്മാവ് ശക്തമായി ഇടപെടുന്നു. ചില മണ്ഡലങ്ങളിൽ മേല് നിന്റെ ഇടത്താണ് റൈറ്റ് എങ്കിലും നീ മിണ്ടാതിരിക്കുന്ന സമയം, when you are silent, God is work. ഇത് രാത്രികാലം മനസ്സിലാകുന്നുണ്ടോ? ഹല്ലേലൂയ. ദൈവത്തിന് ഇടം കൊടുക്കുക. The God, you need to give a space to God to work. ദൈവത്തിന്റെ ആത്മാവ് ശക്തമായി വിളിച്ചു പറയുന്നു. ആരോടോ? ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, ഹല്ലേലൂയ. നീ കരഞ്ഞ് നിലവിളിക്കുന്ന ചില വിഷയങ്ങളുടെ മേല് നിന്റെ ഭാഗത്താണ് ശരി. യെസ്, 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 അത് സ്വർഗത്തിനറിയാം. ബട്ട് there is a appointed time in heaven. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം ഹല്ലേലൂയ ഇപ്രകാരമാണ് പറയുന്നത്. ഹല്ലേലൂയ. എന്താണ്? എക്സോഡസിൽ പറയുന്നു. ഹല്ലേലൂയ, യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും. Hallelujah. We don't need to fight for the battle. The God will fight for you. How? When you are silent in your mouth, you give the space to God. ഇന്ന് രാത്രികാലം ഹല്ലേലൂയ കാര്യസ്ഥന് സംസാരിപ്പാൻ ഇടം കൊടുക്കണം. ആരാ കാര്യസ്ഥൻ? Praise the Lord. Hallelujah. He is so much powerful in our life, in our Christian life. ഞാൻ എല്ലാത്തിനെയും എടുത്തു പറയുന്നില്ല, വാക്യങ്ങൾ എടുക്കാൻ സമയമില്ല. ഞാൻ പെട്ടെന്ന് പോകുക. എന്നെ കുറിച്ചുള്ള സാക്ഷ്യം, ഞാൻ ഇങ്ങനെ ഇരിക്കുന്നത് എന്തുകൊണ്ട് എന്ന് ഞാൻ പറഞ്ഞു തരാം. ഞാൻ ആരാണെന്നും പറഞ്ഞു തരാം. ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, ചില മണ്ഡലങ്ങളിൽ മേൽ നമ്മൾ മിണ്ടാതിരുന്നാൽ ദൈവം നിനക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചില വിഷയങ്ങളിൽ മേൽ നമ്മുടെയിലായിരിക്കും ശരി എന്ന് നമ്മൾ തോന്നുമായിരിക്കും. പക്ഷേ some areas, some circumstances, ഹല്ലേലൂയ, ദൈവത്തിന് പ്രവർത്തിക്കാൻ നമ്മൾ സ്പേസ് കൊടുക്കണം. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം കാര്യസ്ഥൻ എന്ന് പറയുന്നത് എന്താണ്? ഹല്ലേലൂയ, അത് കർത്താവിനോളം വലുപ്പമാണ്. യേശു കർത്താവ് പറഞ്ഞു, ഞാൻ പോകുകയാണ്, ഞാൻ സ്വർഗാരം ചെയ്തു പോകുമ്പോൾ ഹല്ലേലൂയ ഞാൻ ഒരു കാര്യസ്ഥരെ നിങ്ങളുടെ മേൽ അയക്കും. ഇന്ന് രാത്രികാലം ഹല്ലേലൂയ നമ്മളോട് സംസാരിക്കുന്ന ആ പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ് പറയുന്നത്. യെസ്, ഹല്ലേലൂയ, ദ പരിശുദ്ധാത്മാവ്, ദ ഹോളി സ്പിരിറ്റ് റിവീൽ on the time what we want to say, what we want to quiet. ഇന്ന് രാത്രികാലം എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? ഹല്ലേലൂയ. The Holy Spirit is the comforter. ഹോളി സ്പിരിറ്റ് എന്ന് പറയുന്നത്, അല്ലെ, കാര്യസ്ഥൻ എന്ന് പറയുന്നത് കംഫർട്ടർ. എല്ലാവർക്കും ഇഷ്ടമാണ്. യെസ്, യെസ്, ഹല്ലേലൂയ, എന്നെ കംഫർട്ട് ചെയ്യുന്നു. അത് മാത്രമല്ല കേട്ടോ, ഹല്ലേലൂയ, the Holy Spirit is the judge and the advocate. ഇന്ന് രാത്രികാലം പ്രിയരെ, ഹല്ലേലൂയ, അവൻ കംഫർട്ട് ചെയ്യുന്നത് മാത്രമല്ല, അവൻ ജഡ്ജ് ചെയ്യുന്നത് കൊണ്ടാണ്. ഹല്ലേലൂയ. നമ്മുടെ ദൈവം ഹല്ലേലൂയ ഒരു അഡ്വക്കേറ്റ് ആണ്. ഇന്ന് രാത്രികാലം എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഹല്ലേലൂയ, കർത്താവിന്റെ സന്നിധിയിൽ ഉപവാസത്തോടെ, പ്രാർത്ഥനയോടെ, കരച്ചിലോടെ, നിലവിളിയോടെ ദൈവസന്നിധിയിലായിരിക്കുന്ന പ്രിയ ദൈവമക്കളെ, ഒരു കാര്യം മറന്നു പോകരുത്. ഹല്ലേലൂയ, the fasting and pray is our lifestyle. ഹല്ലേലൂയ. നമ്മുടെ പിതാക്കന്മാർക്കുണ്ടായിരുന്നു. ഇന്ന് രാത്രികാലം ഹല്ലേലൂയ, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള എല്ലാ വചനങ്ങളും എനിക്ക് ഇഷ്ടമാണ്. ഞാനത് ഭക്ഷിക്കാറുണ്ട്. ഹല്ലേലൂയ. യിരെമ്യാ പ്രവാചകന്റെ വാക്യമുണ്ട്. എന്താണ്? പണ്ടത്തെ പോലെ നല്ല കാലം എനിക്ക് താപ്പാ. ഇന്ന് രാത്രികാലം എത്ര പേര് പറയും?
ഹല്ലേലൂയ. ഞാനൊന്ന് ഉണർത്തട്ടെ. ദൈവാത്മാവ് എന്നെ ഉണർത്തുന്ന ഒരു കാര്യമുണ്ട്. നമ്മൾ ജനിച്ച, നമ്മൾ ഹല്ലേലൂയ ജീവിച്ച, നമ്മൾ സ്നാനപ്പെട്ട ഡേറ്റ് ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അറിയാമല്ലോ. ഹല്ലേലൂയ. ഒന്ന് ചിന്തിച്ചു നോക്കിയേ, ഒന്ന് പിക്ചറൈസ് ചെയ്തേ. നമ്മൾ സ്നാനപ്പെട്ട് പൊങ്ങി വന്ന, ഞാൻ എവിടെയും പറയും, ഏത് മീറ്റിംഗിലും പറയാറുണ്ട്, ഹല്ലേലൂയ, നമ്മൾ സ്നാനപ്പെട്ട് പൊങ്ങി വന്ന ഒരവസ്ഥയാണോ എന്ന് നമ്മളെ തന്നെ ഒന്ന് വിചിന്തനം ചെയ്യുന്നതാണ് ഫാസ്റ്റിംഗ് ആൻഡ് പ്രയർ എന്ന് പറയുന്നത്. ഹല്ലേലൂയ. ചെക്ക് അവർ സോൾ. ഹല്ലേലൂയ. ഹു ഈസ് അവർ ഡോക്ടർ? ഹി ഈസ് അവർ സർജൻ. ദ സർജറി ഈസ്, ഹല്ലേലൂയ, അവർ ഗാഡ് ഈസ് എ സർജൻ. ഹല്ലേലൂയ. സമയമില്ലെടുക്കാൻ യോവേൽ പുസ്തകത്തിൽ വിളിച്ചു പറയുന്നതുണ്ട്. ഹല്ലേലൂയ, ഈസ് എ സർജൻ. ഹല്ലേലൂയ. ഇന്ന് രാത്രി കാലം ഹല്ലേലൂയ നമ്മളെ തന്നെ ഒന്ന് നിലമ്പാട് വീഴുവാൻ ദൈവസന്നിധി നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല. ഞാൻ വചനത്തിലേക്ക് കടന്നു വരട്ടെ. ഹല്ലേലൂയ. ചില സന്ദർഭങ്ങളിൽ നമ്മൾ മിണ്ടാതിരുന്നാൽ ദൈവത്തിന് പ്രവർത്തിക്കുവാനുള്ള സ്പേസ് നമ്മൾ കൊടുക്കുകയാ. ഇന്ന് രാത്രി കാലം എത്ര പേർ അത് മനസ്സിലാക്കുന്നുണ്ട്? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ വചനത്തിലേക്ക് കടന്നു വരട്ടെ. അവരെന്താണ് ആൻസർ പറഞ്ഞത്? അവർ ആൻസർ പറഞ്ഞത് ഇപ്രകാരമാണ്. വേഴ്സ് 16, ദാനിയേൽ ചാപ്റ്റർ 3 വേഴ്സ് 16 and 17. ഹല്ലേലൂയ. ഈ കാര്യത്തിൽ ഉത്തരം പറയുവാൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ആവശ്യമില്ല. ഹല്ലേലൂയ. We don't want to say to the answer what you asking. എവിടെയാണ് അവർ പറയുന്നത്? ആരോടാണ് പറയുന്നത്? ആ ദേശത്തിലെ ഹല്ലേലൂയ രാജാവിനോടാണ് സംസാരിക്കുന്നത്. ഇന്ന് രാത്രിക്ക് അത്രയും ബോൾട്ട് നമുക്കുണ്ടോ? ഹല്ലേലൂയ. ദൈവവചനത്തിൽ ഉറയ്ക്കുന്ന ഒരു ഭക്തനെ ഏത് തീച്ചൂളയിൽ കൂടെ കടത്തിവിട്ടാലും അവൻ പറയും, ഇതിന്റെ മധ്യേ ഇറങ്ങി വന്ന് വിടുവിക്കുന്ന ഒരുവനുണ്ട്, നീ ഇട്ടോ. ഇന്ന് രാത്രികാലം ദൈവത്തിന്റെ ആത്മാവ് ശക്തമായി ഇടപെടുകയാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. വേഴ്സ് 17, look at verse 17. എന്താ പ്രിയ ദൈവമക്കളെ പറയുന്നത്? അല്ലെങ്കിലും ഞങ്ങൾ രാജാവിന്റെ ദേവന്മാരെ സേവിക്കുകയില്ല. ഹല്ലേലൂയ. If it be so, ഹല്ലേലൂയ, അല്ലെങ്കിലും, ഹല്ലേലൂയ, if you say or not, it means രാജാവും കൂട്ടരും പറഞ്ഞു, ഇൻഫോം ചെയ്തു. ഇഫ് യു ഇൻഫോം ഓർ നോട്ട്, നിങ്ങൾ പറഞ്ഞാലും ഇല്ലെങ്കിലും, കേട്ടോ, അവരുടെ സ്റ്റാൻഡ് ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ സ്റ്റാൻഡ് എവിടെയാണ്? സ്വർഗം നോക്കും. ആമേൻ, ഹല്ലേലൂയ, ആമേൻ പറയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നമുക്കൊരു വിഷയം കടന്നു വരുമ്പോൾ, ഹല്ലേലൂയ, ഹല്ലേലൂയ, അത് ഹല്ലേലൂയ, the enemy knows very well. ഹല്ലേലൂയ. നമുക്കൊരു പ്രശ്നം കടന്നു വരുമ്പോഴേ, ഹല്ലേലൂയ, ശത്രുവിനറിയാം. ഹല്ലേലൂയ. ഞാൻ എടുക്കുന്നില്ല വാക്യങ്ങള്. ഇയ്യോബിന് നല്ലവണ്ണം അറിയാമായിരുന്നു. ഇയ്യോബ് ആസ്ക്ഡ് ഗോഡ്, ഹല്ലേലൂയ, ഇവര് ഞാനൊന്ന് ശരിയാക്കട്ടെ എന്ന്. ഹല്ലേലൂയ. അവന് പ്രാണനെ തൊടാൻ പറ്റത്തില്ല. സ്വർഗം ഒരു വാണിംഗ് കൊടുത്തു. ഹല്ലേലൂയ, നീ എന്ത് വേണമെങ്കിലും ചെയ്തോ. ഇന്ന് രാത്രികാലം ഞാൻ വിളിച്ചു പറയട്ടെ, നമുക്കൊരു പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ കടന്നു വരുമ്പോൾ നമ്മൾ ആരാണെന്ന് ശത്രുവും അറിയും, നമ്മുടെ ദൈവം അറിയും, നീ ഏത് സ്റ്റാൻഡിലാണ് നിൽക്കുന്നതെന്ന്. ഇന്ന് രാത്രികാലം നമ്മൾ പാട്ട്, ഇംഗ്ലീഷ് പാട്ട് പാടാറുണ്ട്, ജീസസ് ഈസ് ദ സെന്റർ ഓഫ് മൈ ലൈഫ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നാട്ടിൽ പോയി കഴിഞ്ഞാലും നമ്മുടെ വീടുകളിലൊക്കെ ഉണ്ട്, ഞാൻ പറയാറുണ്ട് മീറ്റിംഗിലൊക്കെയും, എന്താണ് എഴുതി വെച്ചിരിക്കുന്നത്? ക്രിസ്തു ഈ വീടിന്റെ നായകൻ. ഹല്ലേലൂയ. ക്രിസ്തുവാണോ നായകൻ? ക്രിസ്തുവാണ് നായകനെങ്കിൽ അവിടെ കൺട്രോൾ ചെയ്യുന്നത് ദ കൺട്രോൾ ബൈ ദ ഹോളി സ്പിരിറ്റ്. ആമേൻ, ഹല്ലേലൂയ. നമ്മൾ പോകുമ്പോൾ ആവർത്തന പുസ്തകത്തിൽ ഒരു വാക്യമുണ്ട്, ഹല്ലേലൂയ, അവൻ പോകുമ്പോഴും വരുമ്പോഴും, ഹല്ലേലൂയ, അവൻ തൊടുന്നതിലൊക്കെയും അനുഗ്രഹിക്കപ്പെടും. നമ്മൾ അനുഗ്രഹിക്കപ്പെടുവാൻ നമ്മുടെ ക്രിസ്തുവിനെ നമ്മൾ എല്ലാത്തിനും ആദ്യമാക്കി വെക്കണം. നമ്മുടെ ജീവിതത്തിൽ എന്ത് വന്നാലും, ഹല്ലേലൂയ, സ്വർഗം അറിഞ്ഞിട്ടാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ കുഞ്ഞുങ്ങളെ നോക്കിയേ, ഈ ശദ്രക് മേശക് അബേദ്നെഗോ പറയുന്ന സ്റ്റേറ്റ്മെന്റ് ഒക്കെ നിങ്ങളൊന്ന് സ്തോത്രം ചെയ്തോ. ഹല്ലേലൂയ. അല്ലെങ്കിലും ഞങ്ങൾ രാജാവിന്റെ ദേവന്മാരെ സേവിക്കുകയില്ല, രാജാവ് നിർത്തിയ സ്വർണബിംബത്തെ നമസ്കരിക്കുകയില്ല എന്നറിഞ്ഞാലും എന്നുത്തരം പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. എന്ന് പറഞ്ഞാൽ എന്താണ്? ഒന്ന് അറിഞ്ഞാട്ടെ, നിങ്ങൾക്കറിയത്തില്ല എന്ന് അതിന്റെ ഒരു അർത്ഥം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രികാലം ഹല്ലേലൂയ, അവരുടെ സ്റ്റാൻഡ് ഫോർ ഗാഡ്. ഹല്ലേലൂയ. ദൈവോദരത്തിൽ ദൈവത്തിന് വേണ്ടി സ്റ്റാൻഡ് ചെയ്ത അനേക ഭക്തന്മാരുണ്ട്. സമയമില്ല, ഞാൻ മുമ്പോട്ട് പോകട്ടെ. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം ഹല്ലേലൂയ, നീ ദൈവത്തിന് വേണ്ടി നിന്റെ കഷ്ടതയിൽ, നിന്റെ പ്രതിസന്ധിയിൽ ഹല്ലേലൂയ നിൽക്കുന്ന ദൈവത്തിന് വേണ്ടി നിൽക്കുകയാണെങ്കിൽ,
Praise the Lord. ഇന്ന് രാത്രികാലം നമ്മളെ കേൾപ്പിച്ച വചനത്തിന്റെ ചിന്ത എന്താണ്? ഹല്ലേലൂയ. തീയുടെ മധ്യേ ഇറങ്ങി വന്ന് വിടുവിക്കുന്നവനാ നമ്മുടെ ദൈവമെന്ന് ഇന്ന് രാത്രികാലം തിരിച്ചറിയുന്നവർക്കായി ഞാൻ എന്റെ അപ്പനെ മഹത്വപ്പെടുത്തുകയാ. അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ റൂമിന്റെ അകത്തുണ്ടെങ്കിൽ ദൈവത്തെ മഹത്വപ്പെടുത്ത്. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം തീയുടെ ബലത്തെ കെടുത്തുന്ന ദൈവത്തിന്റെ ശക്തി. What is that? The power of God that overcame the strength of fire. Hallelujah. Hallelujah. Because the fire have no effect. That the word is so powerful. Hallelujah. നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന പ്രതിസന്ധികൾ, ഹല്ലേലൂയ, നിങ്ങൾ എല്ലാവരും ഉപവാസത്തിലും പ്രാർത്ഥനയുമായിരിക്കുന്നല്ലോ. പലവിധമായ വിഷയങ്ങളിൽ കൂടെ പോകുന്നവരാണ് എല്ലാവരും. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം പ്രിയ ദൈവമക്കളെ, ഹല്ലേലൂയ, നിങ്ങൾ കടന്നു പോകുന്ന പ്രതിസന്ധികളിൽ നിങ്ങളെ തകർത്തു കളയുവാനല്ല, എന്നാൽ അതിന്റെ മധ്യേ ഞാനാകുന്നു എന്ന് ഹല്ലേലൂയ സ്വർഗം വെളിപ്പെടുത്തുന്ന ദിവസങ്ങൾ വിദൂരമല്ല എന്ന് വിശ്വസിക്കാൻ തയ്യാറായാൽ ചില അടയാളങ്ങൾ ഈ ദിവസങ്ങളിൽ ചില കുടുംബങ്ങളിൽ നടക്കും. വിശ്വസിക്കുന്നവരാൽ അടയാളങ്ങൾ നടക്കും. ഹല്ലേലൂയ. ഞാൻ മുമ്പോട്ട് പോകട്ടെ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. എന്താ സംഭവിച്ചത്? അവിടെ ഒരു അത്ഭുതമാണ് നടന്നത്. എന്താണ്? തീ കെട്ടുപോയില്ല, എന്നാൽ അതിന്റെ ശക്തി കെട്ടുപോയി. എന്ന് പറഞ്ഞ ദൈവമക്കളെ, എനിക്ക് നിങ്ങളെ കാണാൻ കഴിയുന്നില്ല. എന്താണ്? എന്റെ ജീവിതത്തിൽ വന്ന പ്രതിസന്ധി എന്നെ തകർത്തില്ല. പക്ഷേ എന്തു പറ്റി? ആ പ്രതിസന്ധിയുടെ പുറത്തുകൂടെ ഞാൻ പുറത്തു വന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആത്മാവിൽ എടുക്കാമോ? പ്രൈസ് ദി ലോർഡ്. തീ ആളിക്കത്തിയെങ്കിലും അത് അവരെ ദഹിപ്പിച്ചില്ല. അവരെ ബന്ധിച്ചിരുന്ന ചങ്ങലകൾ ഹല്ലേലൂയ എല്ലാം ദഹിച്ചുപോയി. ഹല്ലേലൂയ. ചില ശത്രു കെട്ടിവെച്ച വാടകോരാൻ വരുന്ന ചില ശത്രു നമ്മളെ ബന്ധിക്കാൻ നോക്കുന്ന മണ്ഡലങ്ങളിൽ മേല് എന്താണ്? ഹല്ലേലൂയ. ഞാൻ എടുക്കുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ഓരോന്നെടുത്ത് പറയാൻ സമയമില്ല. പ്രൈസ് ദി ലോർഡ്. എന്താണ്? പ്രൈസ് ദി ലോർഡ്. രാജാവിന് ദേഷ്യം വന്നൊരു സമയമുണ്ട്. പ്രൈസ് ദി ലോർഡ്. എന്താണ് അതിന്റെ 19ാമത്തെ വാക്യം? വാക്യം നിങ്ങൾക്കൊന്ന് ചേർന്ന് വായിക്കാമോ? അപ്പോൾ നെബൂഖദ്നേസറിന് കോപം വന്നു. കോപം വന്നെന്നല്ല എഴുതിയിരിക്കുന്ന പ്രിയരെ, കോപം മുഴുത്തു. ഹല്ലേലൂയ. കോപം മുഴുത്തു. ഹല്ലേലൂയ. ഫുൾ ഓഫ് ഹല്ലേലൂയ. അവന് കോപം മുഴുത്തുന്നവന് മൊത്തത്തിൽ ചൂടായി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ശദ്രക്കിന്റെയും മേശക്കിന്റെയും അബേദ്നെഗോവിന്റെയും നേരെ മുഖഭാവം മാറി. ഹല്ലേലൂയ. അവൻ റൈസായി, ചൂള പതിവായി. ചൂട് പിടിപ്പിച്ചതിൽ 7 മടങ്ങ് ചൂട് പിടിക്കുവാൻ അവൻ കൽപ്പിച്ചു. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ചില വിഷയങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഹല്ലേലൂയ നമ്മൾ അടുത്ത സ്റ്റെപ്പ് എങ്ങനെ വെക്കുമെന്ന് ഹല്ലേലൂയ ചിന്തിച്ചിരിക്കുമ്പോൾ ഹല്ലേലൂയ ഇന്ന് രാത്രികാലം ഹല്ലേലൂയ ചില വിഷയങ്ങളിൽ മേല് നമ്മൾ എന്ത് ചെയ്യുമെന്ന് അറിയാതെ ഹല്ലേലൂയ പ്രതിസന്ധികളിൽ മേൽ പ്രതിസന്ധി. ഹല്ലേലൂയ. യോബിനെ നോക്കിക്കഴിഞ്ഞാൽ ഹല്ലേലൂയ പിന്നെയും പ്രശ്നം. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രികാലം ദൈവമക്കളെ, ഹല്ലേലൂയ, ചില കൽപ്പനകൾ നമുക്കെതിരെ വന്നാലും പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, അതിന്റെ മധ്യേ പ്രൈസ് ദി ലോർഡ് ഒരു വാക്ക് അവിടെ എഴുതിയിട്ടുണ്ട്. അതിലേക്കാണ് ഞാൻ വരുന്നത്. ഈ കൊണ്ടുപോയ ഹല്ലേലൂയ ഇവരെ കൊണ്ടുപോയ മഹാബലവാന്മാരായ ചിലരുണ്ട്. അവർക്ക് എന്ത് സംഭവിച്ചു? ഹല്ലേലൂയ. ഹല്ലേലൂയ. അവരെ ചുട്ടുകളഞ്ഞു. അവരെ തീ വെന്തു കളഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രികാലം ഹല്ലേലൂയ എടുത്ത് അതിന്റെ 22ാമത്തെ വാക്യം, അവരെ എടുത്തുകൊണ്ടുപോയ പുരുഷന്മാരെ അഗ്നിജ്വാല ദഹിപ്പിച്ചു കളഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രികാലം നിന്നെ ഹല്ലേലൂയ തകർത്ത് കളയാൻ നോക്കുന്ന, പ്രൈസ് ദി ലോർഡ് നിനക്കെതിരെ വടകോരുവാൻ നോക്കുന്ന ഹല്ലേലൂയ ഹല്ലേലൂയ ശത്രുവിന്മേല് ഇന്ന് രാത്രികാലം ഹല്ലേലൂയ അവരുടെ മുമ്പിൽ വെച്ച് തന്നെ ഹല്ലേലൂയ ദഹിപ്പിച്ചു കളയുന്ന ഒരു സ്വർഗമുണ്ട്. ഇന്ന് രാത്രികാലം നിന്റെ ടെസ്റ്റ് മണി ഞാൻ ഇങ്ങനെ പറയാറുണ്ട്. ആദ്യം നമ്മളെ ഒന്ന് ടെസ്റ്റ് ചെയ്യും. ഹല്ലേലൂയ. പിന്നെ നമ്മളെ അതിൽ കൂടെ കടത്തിവിടും. ഹല്ലേലൂയ. പിന്നെയാണ് ഇത് ടെസ്റ്റ് മണിയായി പുറത്തു വരുന്നത്. ഇറ്റ്സ് നോട്ട് എ ഈസി തിങ്. ഞാൻ ഇങ്ങനെ ഇംഗ്ലീഷിൽ വാക്ക് പറയാറുണ്ട്. ഇഫ് യു ആർ going through is a pruning,
ദ പ്രൗണിങ്. നിങ്ങളൊരു പ്രൂണിങ്ങിലൂടെ കടന്നു പോകുമ്പോൾ ഹല്ലേലൂയ, നെവർ എവർ ഗിവ് അപ്പ്. ഹല്ലേലൂയ. സ്വർഗം നമ്മളെ കടത്തിവിടുമ്പോൾ ഞാൻ ചോദിക്കാറുണ്ട് കഴിഞ്ഞ നാളുകളിലേക്ക്, അപ്പാ എന്താണ് വൈ ഫോർ മീ ഓൺലി? ഇന്ന് രാത്രികാലം ആരെങ്കിലും വൈ പറഞ്ഞിരിക്കുന്നെങ്കിൽ അതിന്റെ മധ്യേ ഹല്ലേലൂയ സ്വർഗം ചില ആൻസറുമായി കടന്നു വരും. നെവർ എവർ മർമറിറ്റ്. ഇന്ന് രാത്രികാലം ദൈവത്തിന്റെ ആത്മാവ് ശക്തമായി ഇടപെടുന്നു. ഹല്ലേലൂയ. തീയിലൂടെ കടത്തിവിട്ടാലും ഹല്ലേലൂയ ഒരു ഗന്ധവും നിനക്കേൽക്കുകയില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമുക്കെല്ലാം അറിയാവുന്നതാണ് ഈ യുകെയിലും പുറത്തൊക്കെ EU കൺട്രികളിലൊക്കെയും ഹല്ലേലൂയ നമ്മളെയും ഞാൻ എപ്പോഴും മീറ്റിംഗിൽ പറയാറുണ്ട്, നമ്മള് എല്ലാം ഹല്ലേലൂയ കറി പീപ്പിൾ ആണ്, അല്ലെ? കറി പീപ്പിൾ. പ്രൈസ് ദി ലോർഡ്. കറി പീപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് വീട്ടിൽ കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ, നമ്മള് പുറത്തോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ, നമ്മുടെ ജാക്കറ്റുമായി നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഇവിടെയുള്ള ആൾക്കാർ പറയും ഹല്ലേലൂയ കറി പീപ്പിൾ. നല്ല സ്മെല്ലാണ്. പ്രൈസ് ദി ലോർഡ്. ഞാൻ എന്താ പറഞ്ഞു വന്നത്, തമാശയായിട്ട് എടുക്കരുത്. അതിലൊരു ആത്മീയ ചിന്ത കിടപ്പുണ്ട്. ഇന്ന് രാത്രികാലം ഹല്ലേലൂയ തീയിന്റെ അടുത്ത് നിന്നാൽ, പ്രിയ നമുക്ക് നാട്ടിലുള്ളവർക്കൊക്കെ പഴയ ആൾക്കാർക്ക് അറിയാം ഹല്ലേലൂയ നമ്മുടെ ഈ ഊതി, എന്റെ കുഞ്ഞുനാളിലൊക്കെ ഉണ്ട്, എന്റെ ജ്യേഷ്ഠൻ അറിയാം, നമ്മുടെ കുഞ്ഞുനാളിലൊക്കെ നമ്മൾ അരി വെക്കുന്നതൊക്കെയും ഈ പുറത്ത് ഒരു സ്ഥലമുണ്ട്, അവിടെയാണ് വിറക് വെച്ചിട്ട് നമ്മളത് ഊതി ഹല്ലേലൂയ തീ കത്തിച്ച് ഹല്ലേലൂയാണ് നമ്മള് ഹല്ലേലൂയ വിറക് വെച്ച് തീ കത്തിച്ചാണ് നമ്മള് ആഹാരങ്ങൾ ഉണ്ടാക്കുന്നത്. എസ്പെഷ്യലി അരിയൊക്കെ ചോറൊക്കെ ഉണ്ടാക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അല്ലെങ്കിൽ എന്താണ് അതൊക്കെ ഊതി വരുമ്പോൾ നമ്മുടെ പുറത്തെല്ലാം നല്ല സ്മെല്ലാണ്, അല്ലെ? അല്ല, ഞാൻ പറഞ്ഞു വന്നത് ഇവിടെ ആയിരിക്കുമ്പോൾ നമ്മള് ഈ കറിയുടെയൊക്കെ സ്മെല്ല് നമ്മുടെ കോട്ടുകൾ വരാറുണ്ട്. പ്രൈസ് ദി ലോർഡ്. നമ്മൾ പുറത്തോട്ട് ഇറങ്ങുമ്പോൾ ഇവിടെ എന്താണ് ഹല്ലേലൂയ സ്വർഗം എഴുതി വെച്ചിരിക്കുന്ന വചനം എന്താണ് ഇപ്പോഴാണ് വിളിച്ചു പറയുന്നു. അതിന്റെ 27-ാമത്തെ വാക്യം ഒന്ന് ശ്രദ്ധിച്ച് നിങ്ങൾ അത് ഓരോന്നായിട്ട് എടുത്ത് പറയേണ്ടതാണ്. ഹല്ലേലൂയ. ആ പുരുഷന്മാരുടെ ദേഹത്തിന് തീ പിടിക്കാതെയും അവരുടെ തലമുടി കരിയാതെയും കാൽച്ചട്ടയ്ക്ക് കേടുപറ്റാതെയും അവർക്ക് തീയുടെ മണം പോലും തട്ടാതെയും ഇരുന്നത് കണ്ടു. ഇന്ന് രാത്രികാലം പ്രിയ ദൈവമക്കളെ ഹല്ലേലൂയ നമ്മളൊന്ന് ഗ്യാസിന്റെ അടുത്ത് പോയി നിന്നാൽ, നമ്മളൊന്ന് കുക്കിങ്ങിന് അടുത്ത് പോയി നിന്നാൽ ഹല്ലേലൂയ അതിന്റെ ഒരു സ്മെല്ല് നമ്മുടെ ബോഡിയിൽ അടിക്കും. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇവിടെ വചനം വിളിച്ചു പറയുക, തീയിലിട്ടിട്ടും ഹല്ലേലൂയ അല്ലെ തീ നിന്ന് പുറത്തു വന്നപ്പോൾ തീയുടെ ഒരു ഗന്ധം പോലും ഏറ്റില്ല. അവരെ ബന്ധിച്ചാണ് അവന്റെ അകത്തിട്ടത്. ഹല്ലേലൂയ. ഇന്ന് അവർ കെട്ടുകൾ അഴിഞ്ഞു. എന്താണ് നമ്മൾ കടന്നു പോകുന്ന പ്രതിസന്ധിയിൽ നിങ്ങൾ വിചാരിക്കും നിങ്ങളും ഞാനും വൈഫും അല്ലെങ്കിൽ നീയും നിന്റെ കുഞ്ഞുങ്ങളും മാത്രമേ ഉള്ളൂ, വേറെ ആരുമില്ല എന്ന്. ഇന്ന് രാത്രികാലം ചിന്തിക്കുക. ദൈവത്തിന്റെ വചനം വിളിച്ചു പറയുന്നു, ശദ്രക്, മേശക്, അബേദ്നെഗോവ് 3 പേരുടെ ഇടയിൽ 4-മനായ ഒരുവൻ ഇറങ്ങി വന്നു. അത് കണ്ടു. ആര് കണ്ടു? ഇട്ടവൻ കണ്ടു. ആരാ ഇട്ടത്? ഹല്ലേലൂയ. ഹല്ലേലൂയ. അവിടുത്തെ രാജാവ് നെബൂഖദ്നേസർ കണ്ടു. എന്താ ഇത് വിളിച്ചു പറയുന്നത്? പ്രിയരെ, നമ്മൾ കടന്നു പോകുന്ന ഹല്ലേലൂയ ചില ശോധനകളിൽ, നമ്മൾ കടന്നു പോകുന്ന സം സ്റ്റോംസ്, പ്രതിസന്ധികളിൽ ഹല്ലേലൂയ ശത്രു കാണേ ദൈവത്തിന് മഹത്വം കരേറ്റുക. ആരൊക്കെയോ ദൈവത്തെ സ്തുതിക്കുന്നു, ആരൊക്കെയോ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു, അവർക്ക് വേണ്ടി റൂമിന്റെ അകത്തളങ്ങളിൽ ഇപ്പോൾ തന്നെ നിന്റെ സ്തുതി കണ്ട്, നിന്റെ അവസ്ഥ കണ്ട് ഇന്ന് രാത്രികാലം ഹല്ലേലൂയ അവൻ ഇറങ്ങി വരും. ഹല്ലേലൂയ. ഞാൻ പറയാറുണ്ട്, നമ്മുടെ ശരീരത്തിലുള്ള ഒരു ഭാഗമാണ് എന്താ? കണ്ണ്. ഈ കണ്ണിനൊരു ഘടകമുണ്ട്. ഒരു ദൈവ പൈതലിന് ഹല്ലേലൂയ ഈ കണ്ണുനീരെന്ന് പറയുന്നത് കണ്ണിൽ കൂടെ വരുന്ന ഒരു കാര്യമാ. ചിലപ്പോൾ നമുക്ക് സംസാരിക്കാൻ കഴിയത്തില്ല, ചില വിഷയങ്ങൾ കടന്നു വരുമ്പോൾ ഗദ്ഗദം. ഹല്ലേലൂയ. എന്നാൽ ഈ കണ്ണുനീർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. കഴിഞ്ഞ ഞായറാഴ്ച ഞാൻ ചർച്ചില് ഇപ്രകാരം ഒരു കോട്ട് എടുത്തായിരുന്നു. ഹല്ലേലൂയ. ഹന്ന. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആരാ ഹന്ന ക്രിയേറ്റ് ചെയ്ത? ദൈവമാ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം ഹല്ലേലൂയ ഹന്ന കരഞ്ഞ് ആലയത്തിലേക്ക് ഓടി. ഇന്ന് രാത്രികാലം നിന്റെ ടേസ്റ്റ് ആലയത്തോടാണോ? ഓ, നിന്റെ റിലേഷൻഷിപ്പ് എവിടാ? യോ ഹല്ലേലൂയ ദൈവത്തോടാണോ? ദൈവത്തോടാണെങ്കിൽ ഇന്ന് രാത്രിക്കാലം നിന്റെ കരച്ചിലിന് മറുപടിയുമായി സ്വർഗം ഇറങ്ങി വരും. ഇന്ന് രാത്രികാലം അന്നെ ക്രിയേറ്റ് ചെയ്ത ദൈവം, അന്നെ ക്രിയേറ്റ് ചെയ്തപ്പോൾ തന്നെ ഒരു പെനീനെയും മറ്റടുത്ത് ക്രിയേറ്റ് ചെയ്തു.
ഹല്ലേലൂയ. സ്വർഗത്തിലെ അപ്പന്റെ പരിപാടി കണ്ടോ? നമ്മുടെ ജീവിതത്തിലൊക്കെ പെന്നിനെ ദൈവം ക്രിയേറ്റ് ചെയ്ത എന്തിനാ? നമ്മളെ മൂർച്ച എഴുതുവാൻ, നമ്മൾ പ്രാർത്ഥനയ്ക്ക് കടന്നു വരുവാൻ, നമ്മുടെ ദൈവത്തെ സ്തുതിക്കുവാൻ. പ്രിയരെ, നമ്മുടെ കണ്ണുനീര് ഡ്രൈ ആയി പോകല്ലേ. ഹല്ലേലൂയ. കണ്ണുനീർ കാണുമ്പോൾ മനസ്സലിയുന്ന ദൈവമാ നമ്മുടെ ദൈവം. ഇന്ന് രാത്രി കാലം ഞാനിങ്ങനെ പറയാറുണ്ട്, ദ ഗാഡ് ഓൺലി നോസ് യുവർ ടിയേഴ്സ് മീനിങ്. ഹല്ലേലൂയ. എന്നെ മീറ്റിംഗിൽ പങ്കെടുത്തവർ പലർക്ക് പറയാൻ ഞാനത് റിപ്പീറ്റ് ചെയ്യാറുണ്ട് പലപ്പോഴും. The only God knows your tears meaning. നിന്റെ കണ്ണുനീരിന്റെ അർത്ഥമറിയുന്ന ഒരു സ്വർഗം ഇന്ന് രാത്രികാലം നമ്മുടെ ഇടയിലുണ്ട്. ആ സ്വർഗത്തിലെ അപ്പച്ചൻ ഇന്ന് രാത്രികാലം നമ്മുടെ നടുവിലുണ്ട്. ആ അപ്പച്ചനെ ഒന്ന് മഹത്വപ്പെടുത്തിയേ. നീ കണ്ണുനീരോടെ വിതച്ചാൽ, നീ ആർപ്പോടെ നിന്റെ ശത്രു കാണേ. നീ കൊയ്യുന്നത് നിന്റെ ശത്രുവും കാണുമെന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. ഹല്ലേലൂയ. ഇട്ടവൻ കണ്ടു. ആരാ ഇട്ടത്? ശദ്രക്ക്. ഹല്ലേലൂയ. ആരാ ഈ ബാലന്മാരെ ഇട്ടത്? ഹല്ലേലൂയ. അവിടുത്തെ ദേശാധിപതിമാര്, അവിടുത്തെ ടോപ്പ് ഗവർണേഴ്സ്, രാജാവ് കൂട്ടം ചേർന്ന് ഇട്ടു. അവര് നോക്കിക്കൊണ്ടിരുന്നപ്പോൾ അവിടെ മധ്യേ ഹല്ലേലൂയ തീക്ക് ഹല്ലേലൂയ ഗന്ധം പോലും ഏൽക്കാതെ അവർ പുറത്തു വന്നു. ഇന്ന് രാത്രികാലം പ്രിയരെ, ഹല്ലേലൂയ, നിന്റെ കണ്ണുനീർ ഒരിക്കലും നിർത്തിക്കളയല്ലേ. ഹല്ലേലൂയ. യേശു കർത്താവ് പ്രകാരം എടുത്ത് പറയുന്നു, യേശു കണ്ണുനീർ വാർത്തു. ജീസസ് വെപ്റ്റ്. സമേരിയാസ്. നമ്മുടെ വിഷയം കാണുമ്പോൾ ഞാൻ പറയാറുണ്ട്, യേശുപ്പറ്റ് നമ്മുടെ വിഷയം കാണും. പ്രൈസ് ദി ലോർഡ്. ലാസറിന്റെ വിഷയത്തിൽ ഹല്ലേലൂയ, 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 യേശു കർത്താവ് കണ്ണുനീർ വാർത്തു. ഇന്ന് രാത്രികാലം നമ്മുടെ ഹൃദയത്തിന്റെ ആഴം, നമ്മുടെ ഹൃദയത്തിന്റെ ഗദ്ഗതം അറിയുന്ന ഒരപ്പച്ചനെ നമ്മൾ വിളിക്കുന്നത്. ഹിസ് നെയിം ഈസ് ജീസസ്. യേശുവേ, യേശുവേ എന്നൊരു 10 പ്രാവശ്യം വിളിച്ചാൽ നമ്മുടെ ബോഡിക്ക് അറിയാൻ കഴിയും. ആ ഫീലിംഗ് എത്ര പേർക്ക് അറിയാൻ കഴിയുന്നുണ്ട്? ഒരുവൻ വിളിച്ചു പറഞ്ഞു, ആരാ? ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ എപ്പോഴും തമാശയ്ക്ക് പറയാറുണ്ട്, നമ്മുടെ ഫോണിലൊക്കെയും മാക്സിമം എത്ര കോണ്ടാക്ട്സ് ഉണ്ട്, മാക്സിമം നിങ്ങൾക്ക് ആഡ് ചെയ്യാം. ഇന്ന് രാത്രികാലം 24/7 നീ വിളിക്കുമ്പോഴൊക്കെയും നിനക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന ഒരപ്പച്ചൻ ഇന്ന് രാത്രികാലം നമ്മുടെ മധ്യയുണ്ട്. വാകളെ തുറന്ന് നീ ദൈവത്തെ സ്തുതിച്ചു കൊണ്ടിരിക്കുക. സ്തുതിയാ നിന്റെ അവസ്ഥയുമായിട്ട്. God, the praise can bring the praise report in your midst, in your church, in the coming days. Are you thirsty for God? Hallelujah, hallelujah. ദൈവത്തിന് വേണ്ടി നിന്നാൽ ഇന്ന് രാത്രികാലം ചില അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, വീര്യ പ്രവർത്തികൾ, സൈൻസ് ആൻഡ് വണ്ടേഴ്സ് God did you in your postcode. നിന്റെ വീടിന്റെ അഡ്രസ് അകത്ത് ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങി വരുമ്പോൾ ഇന്ന് രാത്രികാലം നീ സ്തുതി കൊടുക്ക. ദൈവത്തെ മഹത്വപ്പെടുത്ത്. സ്തുതി എന്ന മേലാടയിട്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ ഒത്തിരി ദൈവത്തെ സ്തുതിക്കുന്ന സമയം മുമ്പോട്ട് പോകുന്നല്ലോ. ഞാൻ ഒത്തിരി ദൈവത്തെ സ്തുതിക്കുന്നു. എന്റെ സാക്ഷ്യം പറഞ്ഞാൽ എനിക്ക് നിർത്താൻ അറിയത്തില്ല. പ്രൈസ് ദി ലോർഡ്. എനിക്ക് സ്തുതിച്ചാൽ നിർത്താൻ അറിയത്തില്ല. പ്രിയാനി ആന്റിക്ക് അറിയാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? പ്രൈസ് ദി ലോർഡ്. ഒറ്റ വാക്കിൽ ഞാൻ സാക്ഷ്യം പറയാം. ഇനി കർത്താവ് അനുഭവിക്കുന്നെങ്കിൽ ഞാൻ എന്റെ സഹോദരനെ കണ്ടിട്ട്, ഹല്ലേലൂയ, എനിക്കറിയത്തില്ല, മോർ ദാൻ 10 years, 10 വർഷത്തിൽ കൂടുതലായി കണ്ടിട്ട്. പ്രൈസ് ദി ലോർഡ്. പക്ഷേ ആത്മാവിൽ ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹൃദയം കൊണ്ട് ദൂരസ്ഥരാ നമ്മൾ, എന്നാൽ ആത്മാവാണ്. ഇന്ന് രാത്രികാല ദൈവത്തിന്റെ ആത്മാവ് ഒന്നുമില്ലാത്തടത്ത്, ജെനസിസ് ചാപ്റ്റർ 1:1 says, ഹല്ലേലൂയ, ഒന്നുമില്ലാത്തടത്ത് ദൈവത്തിന്റെ പരിശുദ്ധ ആത്മാവ് റൂമിന്റെ അകത്തളങ്ങളിൽ ഇറങ്ങി വരട്ടെ. നീ വിളിച്ചു പറയുന്നു, ഇതെങ്ങനെ നടക്ക? ഒന്നുമില്ല, എന്നെ കൊണ്ട് കഴിയത്തില്ല. ഇന്ന് രാത്രികാലം കർത്താവിന്റെ വചനത്തിൽ ആദ്യം വിളിച്ചു പറയുന്നു, ഇതൊന്നുമില്ലാത്തടത്ത്, ഹല്ലേലൂയ, ഉറങ്ങി വരണ്ടടുത്ത്, നിന്റെ ഉണങ്ങി വരുന്ന വിഷയത്തിന്റെ അകത്ത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് ഇടം കൊടുക്കുവാൻ സഭയെ ഞാൻ ഉത്ബോധിപ്പിക്കുന്നു. ഇന്ന് രാത്രികാലം ഹല്ലേലൂയ, ഹല്ലേലൂയ, ദൈവത്തിന്റെ മഹത്വം കരേറ്റുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങളെ സാക്ഷ്യം, ഹല്ലേലൂയ, നിങ്ങൾ കേൾക്കുക. പ്രൈസ് ദി ലോർഡ്. എനിക്കെല്ലാം പറയാൻ സമയമില്ല. പ്രൈസ് ദി ലോർഡ്. പവർ വിഷനില് 9 വർഷത്തിന് ശേഷം, 3 വർഷത്തിന് മുമ്പ് 2023 9 വർഷത്തിന് ശേഷം ഞങ്ങൾ കുടുംബമായി നാട്ടിലേക്ക് കടന്നുപോയി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പൗർവിഷനിൽ കടന്നുപോയി. അവിടെ ഒരു അവസരം ലഭിച്ചു കർത്താവിനെ ഉയർത്തുവാൻ.
പ്രൈസ് ദി ലോർഡ്. എനിക്ക് എന്റെ അപ്പനെ ഉയർത്തണം, എനിക്ക് എന്റെ അത്ഭുത മന്ത്രിയെ മാത്രം ഉയർത്തണം. അതിനുവേണ്ടി എനിക്ക് ശ്വാസം തന്നിരിക്കുന്നത്. അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? ഹല്ലേലൂയ. എന്ത് വന്നാലും, എന്തെല്ലാം വന്നാലും, പാട്ട് പറയുന്നു, എന്തെല്ലാം വന്നാലും കർത്താവിൻ പിന്നാലെ സന്തോഷമായി. കഷ്ടതയാണോ അത് ഭക്ഷിച്ചുകൊണ്ട് ഭക്തൻ പാടി, എന്തെല്ലാം വന്നാലും കർത്താവിൻ പിന്നാലെ സന്തോഷമാ ഈ ഞാൻ യാത്ര ചെയ്യും. അതെങ്ങനെ നടക്കും? എന്തെല്ലാം കർത്താവിൻ പിന്നാലെ സന്തോഷമാ ഈ ഞാൻ യാത്ര ചെയ്യൂ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ എന്റെ സഹോദരന് ലിങ്ക് അയച്ചു കൊടുക്കാം. നിങ്ങൾ കാണുക. പ്രൈസ് ദി ലോർഡ്. ഞങ്ങളെ കുറിച്ചുള്ള സാക്ഷ്യം 4-5 വർഷങ്ങൾക്ക് മുമ്പ് ആ സാദി ചാനലിൽ ഞങ്ങളുടെ സാക്ഷ്യമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഈ ദേശത്ത് ഹല്ലേലൂയ, ഞാൻ എപ്പോഴും ഒരു വ്യക്തിയെ കാണുമ്പോൾ, സുവിശേഷം പറയുമ്പോൾ, ആ ഒരു വ്യക്തി പ്രശ്നത്തിലും പ്രതികൂലത്തിലൂടെ കടന്നു പോകുമ്പോൾ ഞാൻ ആദ്യമോട് പറയുന്ന ഒരു വാക്കുണ്ട്, പ്രിയരെ, നിങ്ങളെ ബലപ്പെടുത്തുവാൻ ഞാനും എന്റെ വൈഫും ഈ 2 കുഞ്ഞുങ്ങളും ഈ ദേശത്ത് നിൽക്കാൻ ഒരു സാധ്യതയുമില്ലാത്ത ഒരു കുടുംബമാണ്. ഹല്ലേലൂയ. ഇവിടുത്തെ ഞാൻ ഇങ്ങനെ പറയാറുണ്ട്, ഹല്ലേലൂയ, ഒറ്റ വാക്കിൽ ഞാൻ പറയാം, ഇവിടുത്തെ പ്രൈം മിനിസ്റ്റർ, UK പ്രൈം മിനിസ്റ്റർ വിചാരിച്ചാൽ പോലും നിൽക്കാൻ കഴിയാത്ത ഒരു കുടുംബമാണ് ഞങ്ങൾ. എന്നാൽ ഞാൻ പറയും, എനിക്കൊരു പ്രൈം മിനിസ്റ്റർ ഉയരത്തിലുണ്ട്. അവന്റെ പേര് ഒന്ന് വിളിച്ചു പറഞ്ഞേ. അവന്റെ പേരത്രേ അത്ഭുത മന്ത്രി. അത് പറയുമ്പോഴേ നാഡി ഞരമ്പുകളിൽ യേശുവിന്റെ പരിശുദ്ധ ആത്മാവ് വ്യാപരിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയരെ, ഒറ്റവാക്കി പറയട്ടെ എന്റെ സാക്ഷ്യം. ഹല്ലേലൂയ, ഹല്ലേലൂയ. 11 മാസം ഹല്ലേലൂയ UK പട്ടണത്തിൽ, ലണ്ടനിലായിരുന്നു 7.5 വർഷം. ഹല്ലേലൂയ. ഒറ്റവാക്കിൽ പറഞ്ഞാൽ ലണ്ടനില് 2 പേർ ജോലി ചെയ്താൽ ജീവിക്കാൻ പാടാ. എന്നാൽ ഞങ്ങൾ കടന്നുപോയ ശോധന, പ്രതിസന്ധി, ഹല്ലേലൂയ, പലപ്പോഴും ഞാൻ ചോദിച്ചിട്ടുണ്ട് 3 പ്രാവശ്യം ടിക്കറ്റ് എടുത്ത് നാട്ടിൽ പോകാൻ. പ്രൈസ് ദി ലോർഡ്. സ്വർഗം ക്യാൻസൽ ചെയ്തു. ഇന്ന് രാത്രി കാലം ഈ ദേശത്ത് ഒരു UK സിറ്റിസൺഷിപ്പായി ഹല്ലേലൂയ ഞങ്ങൾ ഇരിക്കുന്നത്. ഹല്ലേലൂയ. അതൊന്നുമല്ല എനിക്ക് വലുത്, അവർ സിറ്റിസൺഷിപ്പ് ഇൻ ഹെവൻ. പ്രിയരെ, നമ്മുടെ സിറ്റിസൺ എവിടെയാ? നമ്മുടെ ഹല്ലേലൂയ പൗരത്വമോ സ്വർഗത്തിൽ. പക്ഷെ ദൈവം നിനക്ക് വേണ്ടി ചെയ്യേണ്ടത് ദൈവം നിന്റെ മുമ്പിൽ ചെയ്യും. ഇന്ന് രാത്രി കാലം ആരോട് ദൈവാത്മാവ് ഇടപെടുന്നു? പ്രിയരെ, ഹല്ലേലൂയ, ഒന്നുമില്ലാത്ത അവസ്ഥയിലും ഹല്ലേലൂയ ഞങ്ങളെയാണ് ദൈവമാണ് നിർത്തിയത്. അങ്ങനെയെങ്കിൽ ഞാൻ വിളിച്ചു പറയട്ടെ, നിങ്ങളെ എത്രയധികം 11 മാസം പ്രിയരെ ലണ്ടനില്, 11 മാസം UK ഹോം ഓഫീസ്. ഞങ്ങൾക്ക് 2 പേർക്കും ജോലി ചെയ്യാൻ കഴിയത്തില്ല. 1 മാസമല്ല, 11 മാസം. ഇറ്റ്സ് നോട്ട് എ ഈസി തിങ്. ഞാൻ പറയും, ഹല്ലേലൂയ, ഹല്ലേലൂയ, പോക്കറ്റിന്റെ വാലറ്റിൽ ഹല്ലേലൂയ പൈസ നിക്ഷേപിച്ചിട്ട് ഹല്ലേലൂയ നമുക്ക് നല്ലവണ്ണം പ്രസംഗിക്കാം. എന്നാൽ നിന്റെ കംഫർട്ട് സോണിൽ ഹല്ലേലൂയ, നിന്റെ ഹല്ലേലൂയ ഒന്നുമില്ലാത്ത അവസ്ഥയിൽ നിനക്ക് അതുപോലെ ദൈവത്തെ ഉയർത്താൻ കഴിയുമോ? അതാ ദൈവം നോക്കുന്നത്. പൗലോസ് ശീലാസിനെ കാരാഗൃഹത്തിൽ ഇട്ടു, അവരെ യാമത്തിലിട്ടു, അവരെ അടിച്ചവശരാക്കി. പക്ഷെ അവരവിടെ അടങ്ങിയിരുന്നില്ല. ഇന്ന് രാത്രി കാലം നമ്മൾ കടന്നു പോകുന്ന പ്രതിസന്ധിയിൽ നമ്മൾ ആരാണെന്ന് ഹല്ലേലൂയ നമ്മൾ തിരിച്ചറിയുവാൻ്റെ ആയിത്തീരണം. നമ്മൾ ആരെയാണ് വിളിക്കുന്നത്? ഹൂ ഐ സർവ്, ഹൂ ഐ വർഷിപ്പ്. പ്രിയ മോള് ഹല്ലേലൂയ ദൈവത്തെ സ്തുതിച്ചു. ഹല്ലേലൂയ, ദൈവം അനുഗ്രഹിക്കട്ടെ കുഞ്ഞിനെ. ഇന്ന് രാത്രി കാലം നമ്മൾ ദൈവത്തെ പാടി ആരാധിക്കുമ്പോൾ ശത്രു പറയ ഹല്ലേലൂയ, നമ്മൾ അന്യഭാഷയിലേക്ക് കയറുമ്പോൾ, അന്യഭാഷ എന്താണ്? ഞാൻ ആത്മാവിൽ മർമ്മങ്ങളെ സംസാരിക്കുന്നു. ഹല്ലേലൂയ. ചില മർമ്മങ്ങൾ ഇന്ന് രാത്രി കാലം ചിലരുടെ ജീവിതത്തിൽ ആദരങ്ങളിൽ മേൽ ദൈവം തരട്ടെ. ഇന്ന് രാത്രി കാലം ഞാൻ സംസാരിക്കുന്നത് ആരോടാണ്? ഐ ടോക്ക് ടു ജീസസ്. ഞാൻ സംസാരിക്കുന്നത് എന്റെ യേശുവിനോടാ. ഇന്ന് രാത്രി കാലം അതാർക്കും മനസ്സിലാകത്തില്ല. എത്ര പേർ ദാഹത്തോടെ ആയിരിക്കുന്നു? 11 മാസം ഞങ്ങൾക്ക് ജോലിയില്ല. പ്രൈസ് ദി ലോർഡ്. ഞാൻ വിളിച്ചു പറയും, ഏലിയാവിന്റെ ദൈവം ഇന്നും ജീവിക്കുന്നു. ഹല്ലേലൂയ. എന്നെ പഠിപ്പിച്ചു പ്രിയ സാമേ, ഹല്ലേലൂയ, ഞാൻ നിന്നെ ഏലിയാവിനെ കൊണ്ടുപോയതുപോലെ ഹല്ലേലൂയ കെരീത്തിൽ കൊണ്ടുപോയി. കെരീത്ത് വറ്റുമ്പോൾ സ്വർഗം വിളിച്ചു പറഞ്ഞു, നിന്റെ എല്ലാം വറ്റുമ്പോൾ ഞാൻ നിനക്കൊരു ട്രാൻസ്ഫർ തരും. ഇന്ന് രാത്രി കാലം നമ്മുടെ ജീവിതത്തില് എല്ലാം അവസാനിച്ചു നമ്മൾ വിചാരിക്കുമ്പോൾ എന്നെ പഠിപ്പിച്ച് ഞാൻ തുടങ്ങുന്നതേ ഉള്ളൂ. പ്രൈസ് ദി ലോർഡ്. എന്ത് മനസ്സിലായി?
പ്രൈസ് ദി ലോർഡ്. 3 പ്രാവശ്യം കപ്പാ എന്നെ കൊണ്ട് കഴിയത്തില്ല, ഞങ്ങൾ പൊയ്ക്കൊള്ളാം. ഞങ്ങൾ 3 പ്രാവശ്യം ടിക്കറ്റ് എടുത്ത് സ്വർഗം ക്യാൻസൽ ചെയ്തു. ഹല്ലേലൂയ പ്രിയരെ, ഹല്ലേലൂയ. ഒരു പ്രഭാതത്തിൽ ഞങ്ങളായിരിക്കുന്ന 1 ബെഡ്റൂമിൽ, ഒറ്റ ബെഡ്റൂമിലാണ് ഞങ്ങൾ 4 പേര് താമസിക്കുന്നത്. ഒറ്റ ബെഡ്റൂമിൽ ഹല്ലേലൂയ. ഒരു സുപ്രഭാതത്തിൽ ഇവിടുത്തെ ഹോം ഓഫീസ് 2 ഹല്ലേലൂയ ഓഫീസേഴ്സ് കടന്നു വന്നു. അവർ കടന്നു വന്നത് ഞങ്ങൾ അറിയുന്നില്ല. അവർ ഞങ്ങളെ ഡിപ്പോർട്ട് ചെയ്യുവാൻ, ഇവിടുന്ന് കയറ്റി വിടുവാനാണ് അവർ കടന്നു വന്നത്. ഹല്ലേലൂയ. അവർ പറഞ്ഞു ഹല്ലേലൂയ, ഞങ്ങളെ 4 ടിക്കറ്റുമായിട്ടാണ് കടന്നു വന്നത്. 4 കൊച്ചിയിലെ ടിക്കറ്റ് ബുക്ക് ചെയ്ത് they come to our house to send to ഹല്ലേലൂയ ഇന്ത്യ. ഹല്ലേലൂയ. പക്ഷേ സ്വർഗം അവിടെ മുമ്പിൽ, അവിടെ അതിന്റെ തലേ ദിവസം ഈ ദേശത്തിലെ അവസാനത്തെ ഒരു ലൂപ്പ് ഹോൾ ആണ് ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറയുന്നത്. ഞാൻ ഒത്തിരിയും നിങ്ങൾ കൺഫ്യൂസ് ചെയ്യുന്നില്ല. പ്രൈസ് ദി ലോർഡ്. പക്ഷേ എനിക്ക് ദൈവത്തെ ഉയർത്തണം. ഹല്ലേലൂയ. പെട്ടെന്ന് നിർത്തിക്കൊള്ളാം. ജുഡീഷ്യൽ റിവ്യൂ ആണ് ലാസ്റ്റ് ലൂപ്പ് ഹോൾ ഓൺ ദിസ് കൺട്രി. ഞങ്ങൾ ജുഡീഷ്യൽ റിവ്യൂ ഹല്ലേലൂയ ഈ ഓഫീസേഴ്സ് കടന്നു വരുന്നതിന്റെ തലേ ദിവസം ഞങ്ങൾ ഫയൽ ചെയ്യാനിടയിൽ തീർന്നു. ഹല്ലേലൂയ. ഞങ്ങളത് അവരോട് പറയുമ്പോൾ അവരെ പെട്ടെന്ന് സിസ്റ്റത്തിൽ ഞങ്ങളുടെ മുമ്പിൽ ഇരുന്നുകൊണ്ട് നോക്കിയപ്പോൾ ദ ജുഡീഷ്യൽ റിവ്യൂസ് റിഫ്ലക്ടിങ് ദർ സിസ്റ്റം. അവരവിടെ നിന്നുകൊണ്ട് അപ്പോൾ തന്നെ അത് ക്യാൻസൽ ചെയ്തു. ഹല്ലേലൂയ. ഞാൻ ചിലത് പറയട്ടെ, ഇന്ന് രാത്രികാലം നമ്മളെ ഹല്ലേലൂയ പ്രതിസന്ധികളിലേക്ക് കടത്തിവിടുമ്പോൾ നമ്മൾ വിചാരിക്കും ഹല്ലേലൂയ, എന്തിനാണപ്പാ എന്നെ എപ്പോഴും ഈ പ്രതിസന്ധിയിൽ കൂടെ കടത്തിവിടുന്നത്? ഹല്ലേലൂയ. ഞാൻ തമാശയ്ക്ക് പറയാറുണ്ട്, അപ്പലെപ്പോഴും ഇങ്ങനെ തീയിൽ കടത്തിവിട്ട് ഹല്ലേലൂയ നമ്മളെ ബലപ്പെടുത്തി, നമ്മളെ ശക്തിയേറിയ ഒരു മെതിവണ്ടിയാക്കുവാനാണെന്ന് ഞാൻ പറയാറുണ്ട്. ഇന്ന് രാത്രികാലം നിങ്ങൾ ആരെങ്കിലും വൈ എന്നും പറഞ്ഞിരിക്കുന്നെങ്കിൽ ഈ ഉപവാസത്തിന്റെ ഈ 2ാം ദിവസം നിങ്ങൾ ഉറയ്ക്കുക, നിങ്ങൾ ക്രിസ്തുവിൽ ഉറയ്ക്കുക. ദൈവം ആരെന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞാൽ ഇന്ന് രാത്രികാലം അവന്റെ ക്രിയകൾ, അവന്റെ പ്രവൃത്തികൾ അഗോചരമത്രേ. ഇന്ന് രാത്രികാലം നമ്മളെ കേൾപ്പിച്ച ദൈവത്തിലേക്ക് ഞാൻ കടന്നു വന്ന് നിർത്തുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. പ്രകാരമാണ് നമ്മൾ വായിച്ചത്. വേഴ്സ് 27, Daniel chapter 3 verse 27. ഇപ്രകാരമാണ്. എന്താണ്? ആ പുരുഷന്മാരുടെ ദേഹത്തിന് തീ പിടിക്കാതെയും അവരുടെ തലമുടി കരിയാതെയും കാൽച്ചട്ടയ്ക്ക് കേടുപറ്റാതെയും അവർക്ക് തീയുടെ മണം പോലും തട്ടാതെയും ഇരുന്നത് നെബൂഖദ്നേസർ രാജാവ് കണ്ടു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നെബൂഖദ്നേസർ കൽപ്പിച്ചത്, ശദ്രക്കിന്റെയും മേശക്കിന്റെയും അബേദ്നെഗോവിന്റെയും ദൈവം വാഴ്ത്തപ്പെട്ടവൻ. ഇന്ന് രാത്രികാലം ഞാൻ അതുകൊണ്ട് ആദ്യം പറഞ്ഞത്, സം ഏരിയ we have to close our mouth. ഇന്ന് രാത്രികാലം ദൈവത്തിന് നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യണമെങ്കിൽ നമ്മൾ മിണ്ടാതിരുന്നാലേ കർത്താവിന് സാധിക്കുകയുള്ളൂ. ഹല്ലേലൂയ. കർത്താവിന്റെ ശബ്ദത്തിന് വേണ്ടി നമ്മൾ കാതോർക്കണം. കർത്താവേ എനിക്കത് വേണം, ഇത് വേണം എന്ന് പറയുന്ന വൺ വേ ടോക്ക് അല്ല. കർത്താവിന് നമ്മളോട് സംസാരിക്കാനുണ്ട്, ദൈവമക്കളോട് സംസാരിക്കാനുണ്ട്, ദൈവസഭയോട് സംസാരിക്കാനുണ്ട്. ഈ കാലങ്ങളിൽ ഹല്ലേലൂയ നമ്മളെ നിൽക്കുന്നത് ഒരു അന്ത്യനാളുകളിലാ പ്രിയരെ. എത്ര പേർക്കറിയാം കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്ന ഈ കാലയളവിൽ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവിന് ചിലരോട് ഏൽപ്പിക്കുവാനുണ്ട്. ഈ പല ദേശങ്ങളിലേക്ക് നമ്മളെ കടത്തിവിട്ട് നമ്മളെ ഈ ദേശങ്ങളെ അയച്ചിരിക്കുന്ന എന്തിനാ? ഇവിടെ നമ്മള് ഹല്ലേലൂയ സെറ്റിൽമെന്റ് ചെയ്യാനാണോ? അല്ല, ഒരിക്കലുമല്ല. ഈ ദേശം ഒരു കാലത്ത്, എസ്പെഷ്യലി വി ആർ ഇൻ UK, ഒരു കാലത്ത് റിവൈവൽ കൊണ്ടുവന്ന പട്ടണങ്ങളാണ് ഇവിടെ. ഇന്ന് രാത്രികാലം വളരെ വേദനയോടെ ഹല്ലേലൂയ ഒരു മനുഷ്യന് കരയുക. ആരാ? ഹല്ലേലൂയ നെഹമ്യാവ്. ഇന്ന് രാത്രികാലം ഹല്ലേലൂയ we can stand in the gap. ഹല്ലേലൂയ. നിങ്ങളായിരിക്കുന്ന പട്ടണത്തിൽ, നിങ്ങളായിരിക്കുന്ന കുടുംബത്തിൽ നിങ്ങൾ വിളിച്ചു പറ, അപ്പാ ഞാനുണ്ട്. നിങ്ങളുടെ പേര് വിളിച്ചു പറയുക. ഞാൻ കൺക്ലൂഡ് ചെയ്യുക. ഇന്ന് രാത്രികാലം പറ, അപ്പാ ഞാനുണ്ട്, ഞാൻ നിനക്ക് വേണ്ടി നിൽക്കാം. ഇന്ന് രാത്രികാലം സ്വർഗത്തിലെ ദൈവം ഹല്ലേലൂയ സഭകളോട് ദൂത് പറയുക. ഹല്ലേലൂയ. ആരുണ്ട് എനിക്ക് വേണ്ടി നിൽക്കാം? എന്നാൽ ഞാൻ നിനക്ക് വേണ്ടി നിൽക്കാം. ഹല്ലേലൂയ. നമ്മൾ ദൈവത്തിന് വേണ്ടി നിന്നാൽ ഏത് പ്രതിസന്ധിയിലും ദൈവം ഇറങ്ങി വന്ന് വിടുവിക്കുമെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഇന്ന് രാത്രികാലം ശദ്രക് മേശക് അബേദ്നെഗോവിന്റെ ദൈവം നമ്മുടെ ദൈവമാ. ഇന്ന് രാത്രികാലം തീയുടെ ഗന്ധം പോലും ഏൽക്കാതെ അവർ പുറത്തു വന്നെങ്കിൽ ഇന്ന് രാത്രികാലം നമ്മളെ കടത്തിവിടുന്ന പരിശോധനയിൽ, പ്രതിസന്ധിയിൽ ഇന്ന് രാത്രികാലം എത്ര പേര് വിളിച്ചു പറയുവാൻ കഴിയുക? The fire which I am going through, when I am going through the storms, I have no effect to the enemy. ഇന്ന് രാത്രികാലം എത്ര പേര് വിളിച്ചു പറയും? പ്രൈസ് ദി ലോർഡ്. ഞാൻ കൺക്ലൂഡ് ചെയ്യട്ടെ. ഹല്ലേലൂയ. സമയം മുമ്പോട്ട് പോയല്ലോ. ഹല്ലേലൂയ.
തീയുടെ ബലത്തെ കെടുത്തിയ ദൈവത്തിന്റെ ശക്തി. ഇന്ന് രാത്രികാലം ഹല്ലേലൂയ പ്രിയ ദൈവമക്കളെ, നമ്മൾ കടന്നു പോകുന്ന പ്രതിസന്ധിക്ക്, നമ്മൾ കടന്നു പോകുന്ന ഹല്ലേലൂയ ആ തീയിലൂടെ കടന്നു പോകുന്ന പ്രതിസന്ധിക്ക് ഹല്ലേലൂയ അത് നമ്മളിൽ ഏൽക്കത്തില്ല എന്നാണ് ദൈവവചനം വിളിച്ചു പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. അതിന്റെ ശക്തിയെ കെടുത്തുന്ന ദൈവത്തിന്റെ ശക്തി. നമ്മൾ പാട്ട് പാടിയല്ലോ, ഹല്ലേലൂയ, ആദിമ നൂറ്റാണ്ടിൽ ഇറങ്ങി വന്ന ആ ദൈവത്തിന്റെ ശക്തി ഇന്ന് രാത്രികാലം നമ്മുടെ മൺകൂടാരങ്ങളിൽ വ്യാപരിക്കട്ടെ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി ഇന്ന് രാത്രികാലം വ്യാപരിച്ചാൽ ഹല്ലേലൂയ ഏത് പ്രതിസന്ധികളെയും കെട്ടഴിഞ്ഞവനായി നീ പുറത്തു വന്ന് നൃത്തം ചെയ്ത ദൈവത്തെ ആരാധിപ്പാൻ ഇടയായി തീരുമെന്ന ദൈവത്തിന്റെ വചനം വിളിച്ചു പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രികാലം ഹല്ലേലൂയ ദൈവസന്നിധിയിൽ തലകളെ വണക്കാം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പല തീകളെ കുറിച്ചും പറയുവാനായിട്ടുണ്ട്, പക്ഷെ സമയം അനുവദിക്കുന്നില്ലല്ലോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു ഏലിയാവ് കർമ്മേൽ പർവ്വതത്തിൽ നിന്നുകൊണ്ട് ഹല്ലേലൂയ ദൈവത്തെ വിളിക്കുകയാ. എന്തിനാ? അവിടെ യാഗത്തിൽ തീ ഇറങ്ങുവാൻ. ഇന്ന് രാത്രികാലം നമ്മളായിരിക്കുന്ന, നിങ്ങൾ പ്രാർത്ഥിക്കുന്ന യാഗത്തിന്മേൽ ഹല്ലേലൂയ ആ പ്രാർത്ഥനയുടെ ഹല്ലേലൂയ വിഷയത്തിന്മേൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇറങ്ങുവാൻ എത്ര പേരൊന്ന് ഏൽപ്പിച്ചു കൊടുക്കും? ഹല്ലേലൂയ. there is a process. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ ജീവിത വിശുദ്ധിയാണ് ഏറ്റവും വലുത്. ദ കൺസ്ട്രക്ഷൻ, നമ്മൾ സ്റ്റാൻഡ് ചെയ്യുന്ന ഫൗണ്ടേഷൻ ദൈവം നോക്കും, അതിന് വിശുദ്ധിയുണ്ടോ? ഹല്ലേലൂയ. വിശുദ്ധിയോടെയും വേർപാടോടെയും നമ്മൾ ദേശത്ത് നിൽക്കുന്നെങ്കിൽ പ്രിയ ദൈവമക്കളെ, നിങ്ങളെ ദൈവം വളർത്തും, ആ സഭയെ വളർത്തും. The territory will be expand. ഹല്ലേലൂയ. അതിനു മുമ്പായി ദൈവം നമ്മളെ നോക്കും, ദൈവം നമ്മളെ ടെസ്റ്റ് ചെയ്യും. യെസ്, ഓഫ് കോഴ്സ്, ദൈവം ടെസ്റ്റ് ചെയ്യും. ഹല്ലേലൂയ. നമ്മുടെ ജീവിത വിശുദ്ധി എങ്ങനെ? ഹൗ ഈസ് ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന് വേണ്ടി എങ്ങനെയാ സ്റ്റാൻഡ് ചെയ്യുന്നത്? ഹല്ലേലൂയ. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ദൈവത്തിന് വേണ്ടി നിൽക്കുന്നവർക്ക് വേണ്ടി ക്രിസ്തുവേശുവിൽ. ഞാൻ സമയമെടുക്കാൻ ഹല്ലേലൂയ പുതിയ നിയമത്തിലെ ആ വാക്യം ഓടി വന്നു. ഒന്ന് ഹല്ലേലൂയ എന്താണ്? 2 തിമോത്തിയോസ് chapter 3 verse 12. ഹല്ലേലൂയ എന്താണ്? ക്രിസ്തുവേശുവിൽ ഭക്തിയോടെ ജീവിക്കുന്നവർക്കെല്ലാം, പട്ടുമത്തെ എന്നാണോ എഴുതിയത്? ക്രിസ്തുവേശുവിൽ ഭക്തിയോടെ ജീവിക്കുന്നവർക്കെല്ലാം ഉപദ്രവം, ഉപദ്രവം. ഇന്ന് രാത്രികാലം ഹല്ലേലൂയ കർത്താവിന്റെ വരവേറ്റവും അടുത്തിരിക്കുക. Our Jesus is coming soon. If you open your inner eyes and look the world, what happening? Hallelujah. പല ഹല്ലേലൂയ അടയാളങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്നു. ഇന്ന് രാത്രികാലം ഒന്ന് ഏൽപ്പിച്ചു കൊടുത്തേ. ഹല്ലേലൂയ നമ്മളൊരു യാത്രയില. ഹല്ലേലൂയ നമ്മുടെ മാപ്പ് നമ്മുടെ ദൈവത്തിന്റെ വചനമാ. ഈ മാപ്പ് തെറ്റിയാൽ എല്ലാം പോയി. ഹല്ലേലൂയ. നമ്മളെല്ലാം ഗൂഗിൾ മാപ്പും ടോമും എല്ലാം യൂസ് ചെയ്യുന്നവരാണ്. ഞാൻ ഇപ്രകാരം പറയുമ്പോൾ ഹല്ലേലൂയ മാപ്പിൽ ഒരു റൗണ്ട് പോട്ടിലോ ഒരു ഹൈവേയിലോ നമ്മൾ തെറ്റിയാൽ അനേക ദൂരം പോയി റൗണ്ട് അടിച്ച് കറങ്ങി ഒരു കറക്കത്തിലായി പോകും. ഇന്ന് രാത്രികാലം ഞാൻ കൺക്ലൂഡ് ചെയ്യുമ്പോൾ എല്ലാ ദൈവമക്കളെയും ഹല്ലേലൂയ കണ്ണുകൾ അടച്ച് ഒരൊറ്റ സെക്കൻഡിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ നമ്മുടെ മാപ്പ് എന്ന് പറയുന്നത്, ക്രിസ്തീയ ജീവിതത്തിന്റെ മാപ്പ് എന്ന് പറയുന്നത് സത്യവേദ പുസ്തകമാണ്. ഇത് വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ മാറരുത്. ഇന്ന് രാത്രികാലം ഇതിനു വേണ്ടി നിന്നാൽ ഭക്തിയോടെ നിൽക്കുന്നവർക്കെല്ലാം ഉപദ്രവം ഉണ്ടാകുമെന്ന് കർത്താവിന്റെ വചനം വിളിച്ചു പറയുന്നു. ഭക്തിയോടെ നിന്ന യോബിന് സുഖമായിരുന്നു. 1-ാമത്തെ അധ്യായത്തിൽ ഊസ് ദേശത്ത് ഇതുപോലൊരു മനുഷ്യനില്ല. 1-ാമത്തെ അധ്യായം തൊട്ട് ഹല്ലേലൂയ ആ ഭക്തൻ പോയത് ഹല്ലേലൂയ 42-ാമത്തെ അധ്യായം വരെ പോയി. ഹല്ലേലൂയ നീ സകലതും അറിയുന്നു. ഇന്ന് രാത്രികാലം കണ്ണുകളെ അടയ്ക്കാം. പ്രൈസ് ദി ലോർഡ്. നമ്മളെ കേൾപ്പിച്ച ദൈവത്തിന് മുമ്പിൽ നമ്മളെ താഴ്ത്തി ഏൽപ്പിക്കാം. തീയുടെ ബലത്തെ കെടുത്തുന്ന ദൈവത്തിന്റെ ശക്തി ഇന്ന് രാത്രികാലം ഹല്ലേലൂയ ഹല്ലേലൂയ ദ്യൂവിന്റെ അകത്തുളങ്ങൾ ഇറങ്ങി വരട്ടെ. ഹല്ലേലൂയ. വാട്ട് എവർ യു ആർ ഗോയിങ് ത്രൂ ഡിയർ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റർ ഇസ് നോട്ട് എഫക്ട്, ബിക്കോസ് ദൈവത്തിന്റെ ശക്തി അതിലെ കവർ ചെയ്തിരിക്കുന്നു. യേശുവിന്റെ രക്തത്താൽ, കുഞ്ഞാടിന്റെ രക്തത്താൽ ഒന്ന് ജയമെടുത്ത് അല്പസമയം കരങ്ങളെ അടിച്ചു നിങ്ങൾ ആയിരിക്കുന്ന സ്ഥാനങ്ങളിൽ വിളിച്ചു പറ, ഈ പ്രതിസന്ധി എന്നെ തകർക്കാനല്ല, ഞാൻ ഇതിൽ പൊന്നുപോലെ പുറത്തു വരും. ഇന്ന് രാത്രികാലം തീയിലൂടെ കടന്നുപോയാൽ അത് പൊന്നുപോലെ പുറത്തു വരും. ഇന്ന് രാത്രികാലം നിന്നെ തകർക്കുവാനല്ല, നിന്നെ മുടിക്കുവാനല്ല. ഹല്ലേലൂയ. ദൈവം ആരെന്ന് അതിന്റെ മധ്യേ വെളിപ്പെടുത്തുന്ന ഒരു ദൈവത്തെ നമ്മൾ സേവിക്കുന്നത്. നമ്മൾ വിചാരിക്കും നമ്മൾ ഒറ്റയ്ക്കാണെന്ന്.
ശിഷ്യന്മാരും ഒറ്റയ്ക്കാന്ന് വിചാരിച്ചു. 3-ാം യാമം വരെ അവർ തുഴഞ്ഞു. എന്നാൽ അല്ലെങ്കിൽ 4-ാം യാമത്തിൽ ഒരുവൻ അവരുടെ അടുത്തേക്ക് കടന്നു വന്നു. കണ്ണുകളടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ഓ റബ ശഗദരബ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിന്റെ ദാസൻ ഹല്ലേലൂയ ബോബൻ ഫ്രെഡി ജോർജിനായി, എന്റെ സഹോദരനായി പ്രാർത്ഥിക്കുന്നു, കുടുംബത്തിനായി പ്രാർത്ഥിക്കുന്നു. ഈ ഓൺലൈനിലായിരിക്കുന്ന IGM സൗത്ത് ഡബ്ലിൻ പ്രിയ ദൈവമക്കൾക്ക് അടിയാൻ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. അവരൊക്കെ ഏതെല്ലാം വിഷയങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. ഇന്ന് രാത്രികാല പരിശുദ്ധാത്മാവ് ശക്തമായി വിളിച്ചു പറയുന്നു, നീ കടന്നു പോകുന്ന പ്രതിസന്ധിയിൽ നീ ഒറ്റയ്ക്കല്ല. ഓ നിന്റെ കർത്താവ് നിന്റെ വലം കൈ പിടിച്ചിട്ടുണ്ട്. നിന്നെ പുറത്തു കൊണ്ടുവരും. ദിവസങ്ങളിൽ നീ വിശ്വസിക്കാൻ തയ്യാറായാൽ, നീ ദൈവത്തെ സത്യത്തിലും ആത്മാവിലും ആരാധിച്ച് ആലയത്തോട് ചേർന്ന് നിന്നാൽ, ആലയത്തിന്റെ ചൂട് അനുഭവിച്ചാൽ, ആലയത്തിന്റെ പുഷ്ടി നിന്റെ മേൽ വരും. നിന്റെ കുടുംബത്തിന്മേലല്ല, നിന്റെ തലമുറ മേൽ. ആമേൻ പറയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് രാത്രികാലം നീ ദൈവത്തോട് പെട്ടകത്തോട് ചേർന്ന് നിന്ന് ഇന്ന് രാത്രികാലം ദൈവത്തിന്റെ ആത്മാവ് ശക്തമായി ഇടപെടുന്നു. കണ്ണുകളടച്ച് എല്ലാവരും അതിനങ്ങളെ ദൈവത്തെ സ്തുതിച്ചാട്ടെ. രക്തത്താലും വചനത്താലും അടിയമ്മ ജയമെടുക്കുന്നു. എല്ലാ ദൈവമക്കൾക്കുമായി സ്തോത്രം ചെയ്യുന്നപ്പാ. ദാവീദ് പുത്രാ, ഞങ്ങളോട് കരുണ തോന്നണമേ. വാഗ്ദത്തങ്ങൾ വിശ്വസനേ വാക്കുമാറാത്ത ഞങ്ങളുടെ സ്വർഗ സംവിധാനമേ, അനുഗ്രഹമായി നല്ല നേരത്തിനായി സ്തോത്രം ചെയ്യുന്നു. പ്രിയ ദൈവമക്കൾക്കായി സ്തോത്രം ചെയ്യുന്നപ്പാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവിടെ ആയിരിക്കും ദൈവസഭയ്ക്കായി സ്തോത്ര, അവിടെ ആയിരിക്കും ദൈവദാസനായി സ്തോത്ര. പ്രിയ ഹല്ലേലൂയ കുടുംബത്തിനായി ഹല്ലേലൂയ സ്തോത്ര. പ്രിയ ഹല്ലേലൂയ എല്ലാ ദൈവമക്കൾക്കുമായി സ്തോത്ര. ഈ ദിവസങ്ങളിൽ കർത്താവേ ഹല്ലേലൂയ അത്ഭുത മന്ത്രിയുടെ കര ഹല്ലേലൂയ പ്രിയ എല്ലാ കുടുംബത്തിന്മേലും വ്യാപരിക്കണമേ. അവർ കടന്നു പോകുന്ന വിഷയങ്ങളിൽ മേല് അവർ പൊന്നുപോലെ ഈ ദിവസങ്ങളിൽ പുറത്തു വരുവാൻ ഹല്ലേലൂയ, ഹല്ലേലൂയ. തീ ഞങ്ങളെ ദഹിപ്പിക്കത്തില്ല. അഗ്നിയിൽ കൂടെ കടന്നുപോയാൽ ഞങ്ങൾ പുറത്തു വരുന്ന ഒരു ദൈവത്തെ ഞങ്ങൾ സേവിക്കുന്നത് എന്ന് ഞങ്ങൾ ഇന്ന് രാത്രികാലം ഉറപ്പോടെ വിശ്വസിച്ചുകൊണ്ട് പ്രിയ നിന്റെ മക്കളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. കർത്താവേ, കടന്നു വന്ന എല്ലാ ദൈവമക്കളെയും അനുഗ്രഹിക്കണമേ. പ്രാർത്ഥനയും യാതനയും കേട്ടനായി സ്തോത്രം. സ്വർഗം മുദ്ര വെച്ച് കേട്ടനായി സ്തോത്രം. സ്വർഗത്തിലെ മഞ്ഞ് ഉടയിച്ചിരിക്കാൻ സ്തോത്രം. യേശുവിന്റെ പരിശുദ്ധമായ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. കർത്താദാസന്, കുടുംബം, എന്റെ ജ്യേഷ്ഠന്, പ്രിയ ദൈവമക്കൾക്കെല്ലാമായി ഞാൻ നന്ദി പറയുന്നു. സമയം 5 മിനിറ്റ് മുമ്പോട്ട് പോയി, ക്ഷമിക്കണം, ദൈവനാമത്തിൽ ഓർപ്പിക്കുന്നു. പിന്നെ ഞങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. നമുക്ക് പിന്നെയും ദൈവം അനുവദിച്ചാൽ ഹല്ലേലൂയ ഞങ്ങളെ കണ്ണ് എന്റെ ബ്രദറിനെ ഒന്ന് കാണുമെന്ന് ആഗ്രഹിക്കുന്നു. ദൈവമക്കൾ പ്രാർത്ഥനയിൽ വഹിച്ചാട്ടെ ഞങ്ങളെയും. ഗോഡ് ബ്ലസ് യു ഓൾ. മാറാനാഥ.